കഴിഞ്ഞ വീഡിയോ പല രീതിയിൽ പലർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് അറിയുന്നു. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമായിട്ട് ഏകദേശം 12-13-15 വർഷമായി. അതുകൊണ്ട് നമ്മൾ തമ്മിൽ തർക്കിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോൾ നമുക്കത് തുറന്ന് പറയാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും ചിലപ്പം അത്രയും നന്നായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഓരോരുത്തരും അവരവരുടെ പോയിന്റ് ഓഫ് വ്യൂ, സുദീപിൻ്റെ ആയിക്കോട്ടെ, ഗണേശൻ്റെ ആയിക്കോട്ടെ, ഓബിൻ്റെ ആയിക്കോട്ടെ, അത് രസമായിട്ട് പോയത്. ആ ഡിസ്കഷനിൽ സ്ലോട്ട് ഡിസ്കഷൻ ഫസ്റ്റ് വീഡിയോ ഞാൻ പറയുന്നത്, സെക്കൻഡ് അല്ല, അതിൽ നമ്മൾ വിട്ടുപോയൊരു പോയിന്റ് ഉണ്ടായിരുന്നു, ഈ ഹ്യൂസിൻ്റെയും എഡ്വേർഡ്സിൻ്റെയും കോൺട്രാക്ട്. അത് നമുക്ക് മറ്റൊരു ഒരു വെൽ റൗണ്ട് ഡിസ്കഷനിൽ കൊണ്ടുവരാം. പിന്നെ എനിക്കൊരു പേഴ്സണലി ഒരു മിസ്റ്റേക്ക് പറ്റി, ഒരാൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആർട്ടറ്റ വന്നിട്ട് 9 കൊല്ലമല്ല 7 വർഷം, അതായത് 6th full season 7 years, which is, I'm sorry, ഫാക്ച്വലി റോങ് ആയിരുന്നു. ഈ 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാവരും കേടിക്കും. ഈ വർഷം സന്തോഷിക്കാൻ അധികം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ക്ലബിന്. സീസൺ തുടങ്ങിയത് തന്നെ ഒരു ഭയങ്കര ഒരു ബാഡ് നോട്ടിലായിരുന്നു. കുറച്ച് സൈനിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഒരു നെഗറ്റിവിറ്റി തുടങ്ങിയിട്ട് നമ്മൾ മാർച്ചിൽ വന്ന് നിൽക്കുമ്പോൾ മാനേജറിന്റെ ലോങ് ടേം ഫ്യൂച്ചറിനെ കുറിച്ച് ഇപ്പോഴും അനിശ്ചിതത്വം നിൽക്കുന്നു. സ്പോർട്ടിംഗ് ഡയറക്ടറിന്റെയും ഡയറക്ടർ ഓഫ് ഫുട്ബോളിന്റെയും നിൽക്കുന്നു. ഇതൊക്കെ ആണെങ്കിലും ഒരു ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ എന്നതൊരു മിനിമം സ്റ്റാൻഡേർഡായി വെച്ച് കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തി നിൽക്കുമ്പോഴും FA കപ്പിന് ഒരു ക്വാർട്ടർ ഫൈനലായില്ലേ? ക്വാർട്ടർ ഫൈനലിലേക്ക് നിൽക്കുന്നു. ഒരു ഫാൻ എന്ന നിലയിൽ എന്റെ പ്രതീക്ഷ that we can salvage the season somehow. ചിലപ്പം സ്ലോട്ട് അടുത്ത വർഷം ഉണ്ടാവില്ല, ഹ്യൂസ് ഉണ്ടാവില്ല, ഒരുപാട് സല ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഒരു ലോങ് ടേം ഫ്യൂച്ചറിൽ കാര്യങ്ങൾ കുറച്ച് ഒരു കൺഫ്യൂസിങ് ആണെങ്കിലും ഈ സീസണിൽ നമുക്കൊരു ട്രോഫി, അല്ലെങ്കിൽ ട്രോഫിയേക്കാൾ വലുത്, ഇപ്പം കേരള റെഡ്സിന്റെ ഫാൻസിന് ഒരുപാട് പേർക്ക് അറിയാം, അതായത് നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ് മാച്ചിന്റെ ഫൈനലൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടാറുണ്ട്. അപ്പോ ആ ജേർണി നമ്മൾ പലതും തോറ്റിട്ടുണ്ട്. യൂറോപ്പ ലീഗ് തോറ്റു, ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ 2 തവണ തോറ്റു, FA കപ്പ് ജയിച്ചു, കാളിംഗ് കപ്പ് ജയിച്ചു, ഒരുമിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കണ്ടത്. ഒരു ചാമ്പ്യൻസ് ലീഗ് ഒരുമിച്ച് ജയിച്ചു, അതിന്റെ വീഡിയോ കിടപ്പുണ്ട് യൂട്യൂബിൽ. അപ്പോ ആ ഒരു ജേർണി, ജയിക്കോ തോൽവിയോ എന്നല്ല, ആ ഒരു ജേർണിയിലേക്ക് നമുക്ക് ഈ സീസൺ കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ഇന്നലത്തെ പെർഫോമൻസിൽ നിന്ന് കിട്ടിയ എനിക്ക് ഒരു എന്താ പറയാ, ഒരു മോട്ടിവേഷൻ. അതായത് ഈ സീസണിൽ നമ്മൾ ഫ്ലുവന്റ് ഫുട്ബോൾ കളിക്കുന്ന, ക്ലോപ്പ് കളിച്ച ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്രതീക്ഷ എനിക്കില്ല. കാരണം ഇന്നലെ ആണെങ്കിലും 4-0 ജയിച്ചപ്പോഴും ഇറ്റ് വാസ് വെരി ഡിസ്ജോയിന്റഡ് ഇഫ് യു ലുക്ക് ഇറ്റ് ഫ്രം പ്യൂർലി ടാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ. ഗാലറ്റാസറെ ടാക്ടിക്കലി കുറച്ച് മിസ്റ്റേക്സ് ചെയ്തു, പക്ഷെ നമ്മളും ഫ്ലുവന്റ് അല്ലായിരുന്നു. നമ്മുടെ XG 5 എത്രയോ ആണ്, കുറെ ചാൻസ് ക്രിയേറ്റ് ചെയ്തു, പക്ഷെ വി വർ നോട്ട് അറ്റ് അവർ ബെസ്റ്റ്. ഈ സീസണിൽ എപ്പോഴും എനിക്ക് ആകെ ഒരു കളി എന്തുവാണെങ്കിൽ നമ്മൾ ബെസ്റ്റ് എന്ന് തോന്നിയത്, ഏത് മാച്ച് എനിക്ക് ഓർമ്മയില്ല. ബട്ട് ഐ ക്യാൻ, എന്താ പറയാ, നമുക്ക് സ്ക്രാപ്പ് ചെയ്യാൻ പറ്റും ഈ സീസണിൽ, എങ്ങനെയെങ്കിലും വാശി പിടിച്ച് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റും എന്നൊരു തോന്നൽ ഇന്നലെ എനിക്ക് ഉണ്ടായി. ഗണേശൻ അങ്ങനെ തോന്നിയോ? ഇന്നലത്തെ മാച്ച് പറയുന്നതിൽ എനിക്കൊരു ഒരു വിയോജിപ്പുണ്ട്. ഞാൻ കണ്ടതിൽ, ഇത്രയും ദിവസം കണ്ടതിൽ ഇന്നലത്തെ മാച്ചായിരുന്നു എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു ലൂപ്പ് ഹോളും കൊടുത്തില്ല ഒപ്പോസിഷനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ പറയാ, എനിക്ക് അതിൽ ഏറ്റവും യുണീക്കായിട്ട് തോന്നിയത് ഈ ഡിഫെൻസീവ് ഹെഡർ ക്ലിയറൻസ് ആയിരുന്നു. നമ്മൾ യൂഷ്വലി ഏതൊർ ത്രോ ഇനിലേക്കോ അല്ലെങ്കിൽ വേ അപ്പ് ദ ഫീൽഡ് ഹെഡർ ക്ലിയർ ചെയ്യുക. പക്ഷെ ഇന്നലത്തെ, അതായത് ആ ഹെഡർ ക്ലിയറൻസ് മൊത്തം നമ്മുടെ ഫ്രണ്ടിലുള്ള പ്ലേയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പാസ്സായിരുന്നു. മേ ബി ഞാൻ അഗ്രി ചെയ്യുന്നു, ഓസിമൻ ഇഞ്ചറി ആയിരുന്നു, കൈ ഫ്രാക്ചർ ആയിട്ടുണ്ട്, ആൾക്ക് ഓടാൻ പറ്റില്ല, സോ ഡിഫൻഡേഴ്സിനെ പ്രസ് ചെയ്യാൻ പറ്റില്ല. വി നോ ഹി ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റ് പ്രസിംഗ് പ്ലെയർ ഇൻ അപ്പ് ഫ്രണ്ട്.
വിത്ത് ഹിസ് ബ്ലാസ്റ്റിംഗ് പേസ്. അപ്പോ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. അത് നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. ആള് ഇഞ്ചുറി ആയി, അത് നമുക്കൊന്നും പറയാനും പറ്റില്ല. പക്ഷെ നമ്മൾ കളിച്ച കളിയിൽ ഇത്രയും ദിവസം കളിച്ച കളിയിൽ എനിക്ക് ബെസ്റ്റ് ഗെയിം ആയിട്ട് തോന്നിയത് ഗലറ്റസറ ഗെയിമാണ്. അതായത് നമ്മൾ കുറെ കളി സ്ലോട്ടിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിന്റെ പെർഫോമൻസിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നലത്തെ കളിയിൽ അത് രണ്ടും ഒരേ ട്രാക്കിലായിരുന്നു. സോ വാട്ട് മാനേജർ വാണ്ട്സ് ഹൗ ദ മാനേജർ വാണ്ട്സ് ടു പ്ലേ, ആൻഡ് അത് ആ പ്ലെയറിന് ഷൂട്ട് ആവും. അപ്പോ ആ ഒരു രണ്ടുപേരും തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അത് എല്ലാം കറക്റ്റായിട്ട് സിങ്ക് ആയിട്ട് വന്നു. രണ്ട് നമ്പർ 10 വെച്ച് കളിച്ചാണെങ്കിലും വേറ്റ്സിന് പൊസിഷൻ ഉണ്ടായിരുന്നില്ല. ഈ വാസ് ഫ്രീ ഫ്ലോയിങ് നമ്പർ 10 ആയിരുന്നു. സൊബോസലായിന് മാത്രമാണ് പൊസിഷൻ വെച്ച് കളിച്ചത്. പക്ഷെ അതിൽ പറയുമ്പോൾ സൊബോസലായും മെക്കാലിസ്റ്ററും മാറി മാറി വരുന്ന ഇന്റർചേഞ്ച് ചെയ്യായിരുന്നു പൊസിഷൻ. സോ അത് നമ്മള് മുമ്പ് അതാണ് നമ്മള് ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞായിരുന്നു, എല്ലാ പ്ലേയേഴ്സും ഒരേ ലൈനിൽ ഇങ്ങനെ മറ്റേ അസംബ്ലിക്ക് നിൽക്കുന്ന പോലെ നിൽക്കുന്നു. പക്ഷെ അതൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. വെരി വെരി ഹാപ്പി. കളി കാണുമ്പോൾ തന്നെ നല്ല നല്ല രസമുണ്ടായിരുന്നു. വി വർ ലൈക്ക് പ്രസിംഗ് ഫ്രം എവറി സൈഡ്. കർക്കസ് ആവട്ടെ, ഗ്രാവൻബർച്ച് ആവട്ടെ, മെക്കാലിസ്റ്റർ ആവട്ടെ, എല്ലാവരും ലൈക്ക് ഡിഫെൻസീവിലായിട്ട് തന്നെ മേലെ കയറ്റിയെ പിടിച്ചത്. സോ നമ്മള് എന്താണ് ഈ ടീമിൽ കാണാൻ ഉദ്ദേശിച്ചത്, ഇതാണ് ഞാൻ പറഞ്ഞത്. സീസൺ എൻഡ് ആകുമ്പോൾ ഒരു ഇംപ്രൂവ്മെന്റ് പീക്ക് കാണിക്കണം എന്ന് പറഞ്ഞു. അതിപ്പോ ഇത്രയും വൈകി വന്നതിൽ സന്തോഷമുണ്ട്. വൈകിയതിലാണ് കുറച്ച് സങ്കടവും വിഷമമുള്ളത്. മുമ്പ് തന്നെ കളിക്കായിരുന്നു. പ്ലേയേഴ്സിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, മാനേജറുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ ആകെ മൊത്തം ഇന്നലെ ചാമ്പ്യൻസ് ലീഗ് ആൻഫീൽഡിൽ നമ്മൾ ഇത്രയും നല്ലൊരു ഗെയിം കാഴ്ചവെച്ചതിൽ ആൻഫീൽഡിലുള്ള ഫാൻസ് ആയിട്ട് നമ്മൾ പുറത്ത് ടി വിയിൽ കണ്ട ആൾക്കാരാവട്ടെ എല്ലാവരും ഹാപ്പിയാണ്. ഓൺലി തിങ് ഇസ് നമ്മൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ് പറയുന്ന പോലെ എന്തെങ്കിലൊക്കെ ഒരു ട്രോഫി അടിച്ച് മാറ്റാൻ സാധ്യതയുണ്ട്. ഇന്നലത്തെ കളിയില് പെർഫോമൻസ് വെച്ചിട്ട് ഐ മീൻ അഗൈൻ എന്റെ അഭിപ്രായം മാത്രമാണിത്. പെർഫോമൻസ് ബെസ്റ്റ് പെർഫോമൻസ് എന്നോ അല്ലെങ്കിൽ ഈവൻ ഒരു നല്ലൊരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ വാട്ട് ഇറ്റ് മാറ്റേർഡ് വാസ് ദർ വാസ് ഇന്റന്റ്. ഇത് ഞങ്ങൾക്ക് ജയിക്കണം ഈ കളി. ദ വെരി ഫസ്റ്റ് സോബോസ് കിക്ക് എടുത്ത സോബോസ്ലേ അല്ലേ, ഫസ്റ്റ് കിക്ക് എടുത്ത സോബോസ്ലേ ഞാൻ തോന്നുന്നു അടിച്ചിട്ടത് കോർണറിലേക്കാണ്. പാസ് ചെയ്യാൻ പറ്റില്ല, ഡയറക്ട്ലി അപ്പുറത്തെ കോർണറിലിട്ട് ലെറ്റ്സ് അറ്റാക്ക്, അവിടെ നിന്ന് അവരെ തുടങ്ങട്ടെ, അവരെ നമ്മളെ ഹാഫിൽ കൊണ്ടുവരണ്ട എന്ത് പറഞ്ഞാലും എന്നുള്ള ആ ഒരു ഇന്റന്റ് ഉണ്ടായിരുന്നു. വി സ്റ്റാർട്ട് പ്രസിങ്, സല ആയാലും എക്കിറ്റിക്കെ ആയാലും അപ്പ് ഫ്രണ്ട് തന്നെ നമ്മൾ എല്ലാം പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. പാസിംഗ് ലൈൻസ് കട്ട് ചെയ്യുന്നു. സോ മോർ ദാൻ ടാക്ടിക്സ്, മോർ ദാൻ പെർഫോമൻസ് എന്നെല്ലാം പറയുമ്പോൾ നമുക്കൊരു ഡ്രൈവ് ഉണ്ടായിരുന്നു. എങ്ങനെയാലും ഈ കളി നമുക്ക് ജയിക്കണം. അത് തന്നെ ഫാൻസിന്റെ അടുത്തുണ്ടായിരുന്നു. കാരണം വെരി ഫസ്റ്റ് മിനിറ്റ് അവർക്ക് ബോള് ത്രോ ഇൻ കിട്ടിയില്ല. ഫസ്റ്റ് കിക്ക് എടുത്ത് പുറത്തേക്ക് ത്രോ ഇൻ കിട്ടി, അവിടെ തുടങ്ങി അവർ ബൂ ചെയ്യാൻ തുടങ്ങിയിരുന്നു. നമ്മൾ ഗാലട്രസൈ ഹോമില് അവരെ ഹോമിൽ പോയിട്ട് ചെയ്ത അതേ സ്റ്റൈൽ അവരെ കാലിൽ ബോൾ കിട്ടുന്ന ആദ്യത്തെ 20 മിനിറ്റ് നോൺ സ്റ്റോപ്പ് ആയിട്ട് ബൂവിങ് ആയിരുന്നു. ആ ഒരു പ്രഷറും ഫാൻസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അത് പ്ലേയേഴ്സിന് ആക്ച്വലി നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റി. സോ ആ ഒരു ഇന്റന്റ് ബേസിസിൽ മാത്രം കളി ജയിച്ചതാണ് ഇന്നലെ. പക്ഷെ അത് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളതാണ്. 3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും കളിക്കണം. വേർഡ്സ്, കിറ്റിക്കെ, ഈവൻ സല്ല ഫോർ ദാറ്റ് മാറ്റർ ഈ പ്രായത്തിൽ ഇനി അവർക്ക് എല്ലാ 3 ദിവസം ഇത് ചെയ്യാൻ പറ്റും, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പ്രോബബ്ലി 1 ഓഫ് ഗെയിംസ് ഉണ്ടാവുമായിരിക്കും. ഇപ്പം ബ്രൈറ്റൺ എങ്ങനെയെങ്കിലും ആദ്യത്തെ 2 ഗോളെങ്ങാനും ഫസ്റ്റ് ഹാഫിൽ കിട്ടിയാൽ, ബ്രൈറ്റർ സ്റ്റാർട്ട് നമ്മൾ ചെയ്യാൻ പറ്റിയാൽ പ്രോബബ്ലി സെക്കൻഡ് ഹാഫ് നമ്മൾ ബോൾ കൺട്രോൾ ചെയ്യാൻ നോക്കും, റിറ്റെയിൻ ചെയ്യാൻ നോക്കും, ഫുള്ള് പാസ് ചെയ്ത് കളിക്കും. സോ അങ്ങനെ ഗെയിം മാനേജ്മെന്റ് ചെയ്യേണ്ടി വരും. ബട്ട് ഇഫ് യു ക്യാൻ സ്റ്റാർട്ട് ദ ഗെയിം ഫാസ്റ്റർ, നമ്മൾ ഈ സീസണിൽ തീരെ കാണാത്തൊരു സാധനമാണ്. നമ്മൾ ഫസ്റ്റ് ഹാഫ് വരെ ഒന്നും ചെയ്യാണ്ടിരിക്കും, എന്നിട്ട് സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ കളിക്കാൻ തുടങ്ങുന്നത് തന്നെ. സോ അത് മാറ്റി പിടിച്ച് ഈ ഗാല ഗെയിം പോലെ ഫസ്റ്റ് ഹാഫിൽ കളിച്ചാൽ പ്രോബബ്ലി ദർ കുഡ് ബി സംതിങ് വി ക്യാൻ സാൽവേജ് ഓൺ. കാരണം വി സ്റ്റിൽ ഹാവ് 2 കപ്സ്.
യെസ്. ഒന്ന് സിറ്റിയാണോ ഒന്ന് PSG ആണ്, ബട്ട് സ്റ്റിൽ ദർ ആർ 2 cups in play. അത് ഈ പറഞ്ഞ പോലെ ഈ പ്ലെയർ മെന്റാലിറ്റി തന്നെയാണ് നമ്മള് കഴിഞ്ഞ ദിവസം എനിക്ക് വേണ്ടത് ഇതൊരു റിയാക്ഷൻ പ്ലേയേഴ്സിന്റെ ഭാഗത്തു നിന്നും കൂടി ഒരു റിയാക്ഷൻ വന്നു എന്നാണ് തോന്നുന്നത്. സ്ലോട്ട് നമുക്കറിയാം എല്ലാ മാച്ചിലും ട്രൈ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. പക്ഷെ കഴിഞ്ഞ മാച്ചിൽ ചെറിയ മാച്ചിന് മുമ്പ് ആ ബൂ ചെയ്തത് അത് പ്ലേയേഴ്സും കൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെയും കൂടിയാണ് ബൂ ചെയ്തതെന്നുള്ള അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു റിയാക്ഷൻ കൂടിയാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ചില പ്ലേയേഴ്സ് നമ്മള് ലീഡേഴ്സ് ആയിട്ട് നിൽക്കേണ്ട സീനിയർ പ്ലേയേഴ്സിന്റെ കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത്. പക്ഷെ അവരൊക്കെ ഈ മാച്ചിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു വാശി, ഒന്നെങ്കിൽ ക്ലബിന് വേണ്ടി അല്ലെങ്കിൽ മാനേജർക്ക് വേണ്ടി അല്ലെങ്കിൽ കോച്ചിന് വേണ്ടി ഞാൻ കളിക്കും എന്നുള്ള ഒരു മെന്റാലിറ്റി അതിൽ ഫീൽ ചെയ്തു. ഉദാഹരണത്തിന് ഇപ്പൊ സീസൺ തുടങ്ങുന്ന സമയത്ത് സ്ലോട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, സല നമുക്ക് വൈഡല്ല ഈ ബോക്സിന്റെ അടുത്ത് സലയെ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ആണ് ഈ സീസണിൽ ചെയ്യാൻ നോക്കുന്നത് എന്ന് അന്ന് പറഞ്ഞിരുന്നു തുടങ്ങുന്ന സമയത്ത്. അത് ബോക്സിന്റെ അടുത്താണ് സലയെ നമ്മൾ എത്തിക്കേണ്ടത്, അവിടെയാണ് സല കളിക്കേണ്ടതെന്നുള്ള സൂചന. അത് കഴിഞ്ഞ് പിന്നെ അറിയാം ഇഞ്ചുറീസും ഇതൊക്കെ വന്നു ഇസാക്കിനും ഫീൽ ചെയ്ത്. ഇപ്പൊ ശരിക്കും സല ആ പൊസിഷനിൽ ബോക്സിന്റെ അടുത്ത് ഇപ്പൊ വൈഡിന്ന് ഡ്രിബിൾ ചെയ്ത് കയറേണ്ട പ്രശ്നം വരുന്നില്ല. സ്പീഡ് അങ്ങനെ ഭയങ്കര പേസ് ഉപയോഗിച്ച് അങ്ങനെ പ്രശ്നങ്ങൾ അത്ര തന്നെ വരുന്നില്ല മറ്റേ വിങ്ങിലെ പോലെ. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോ സല കൂടുതൽ പന്ത് ഷൂട്ട് ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നു. അപ്പൊ സല അത് മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഏജ് കൂടുമ്പോ ഡ്രിബിളിങ് സ്കിൽസ് ആയാലും അത് പ്രശ്നം വരാം സ്പീഡിന്റെ അതൊക്കെ വെച്ചിട്ട്. പക്ഷെ ഈ ഫിനിഷിങ് അതൊരു പ്ലെയറുടെ ഫിനിഷ് ചെയ്യാനുള്ള എബിലിറ്റി എന്തായാലും ഒരിക്കലും ഏജ് ആവുമ്പോ ഇല്ലാതാവില്ല. അത് എന്തായാലും ഷാർപ്പായിട്ട് നിൽക്കുന്ന ഒരു കാര്യം. ആ പൊസിഷനിൽ സല കണ്ടിന്യൂസ് കളിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ സീസൺ ഈ പറഞ്ഞ പോലെ വൈകി വന്ന വസന്തം എന്ന് ഗണേശ് പറഞ്ഞ പോലെ ആ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ കിറ്റിക്കയും സലയും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും ബാക്കിൽ പറഞ്ഞ പോലെ ഈ 4-2-2-2 ആയിട്ട് ഒരു ബോക്സ് മിഡ്ഫീൽഡ് ആയിട്ട് പോവുകയാണെങ്കിൽ അത് നല്ല ഇത് കിട്ടുന്നുള്ളൂ. പ്ലേയേഴ്സും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി കഴിഞ്ഞ ദിവസം. ഇപ്പോ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കെർക്കസും ഫ്രിങ്പോങ്ങും അറ്റാക്ക് ചെയ്ത് അവർ വൈഡ് നിൽക്കുമ്പോൾ ഇവർക്ക് ഉള്ളിലേക്ക് കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം അതുപോലെ ഫീൽ ചെയ്തു. അപ്പോ നമുക്ക് അങ്ങനെ ഫ്രിങ്പോങ്ങിന് ഇത്രയും ഫ്രീ ആയിട്ട് അങ്ങനെ അവൈലബിലിറ്റിയുടെ പ്രശ്നങ്ങൾ വന്നിരുന്നു. ഫ്രിങ്പോങ്ങിന് അങ്ങനെ കിട്ടാതെ ഇഞ്ചുറി പ്രശ്നങ്ങൾ എനിക്ക് സ്റ്റാറ്റ്സ് എടുത്ത് നോക്കേണ്ടി വരും കൃത്യമായിട്ട്. കെർക്കസും ഫ്രിങ്പോങ്ങും ഒരുമിച്ച് ഇങ്ങനെ വിങ് ബാക്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത മാച്ചുകൾ എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അത് തന്നെ ഭയങ്കര വ്യത്യാസം വന്നു ആ പ്ലേയുടെ ഉള്ളിൽ തന്നെ. എന്തായാലും ഈ മാച്ചിന്റെ ഈ പെർഫോമൻസ് റിസൾട്ട് മാത്രമല്ല ഈ പെർഫോമൻസ് ഭയങ്കര കോൺഫിഡൻസ് തരും എല്ലാ പ്ലേയേഴ്സിനായാലും സ്ലോട്ടിനായാലും ഈവൻ ഫാൻസിന് തന്നെ. ഫാൻസ് ഭയങ്കര കോൺഫിഡന്റ് ആയി ഈ ഒരൊറ്റ മാച്ചിൽ തന്നെ. അപ്പൊ അത് മുന്നോട്ടുള്ള ഈ സീസണിലെ പിന്നെ വന്ന് മറ്റേ റിവൈസ് ചെയ്ത ഒബ്ജക്റ്റീവ്സിലേക്ക് എത്താൻ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അതില് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അതാണ് ഞാൻ പറഞ്ഞു. ചില പ്രീമിയർ ലീഗിൽ നമുക്ക് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നെങ്കിലും നമുക്ക് തേർഡ് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ കാര്യം. ആ റിസൾട്ട് നോക്കണ്ട, നമുക്ക് ഇനി ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോഴും തേർഡ് ഫിനിഷ് ചെയ്യാനുള്ള ചാൻസ് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. മാത്രമല്ല കോമ്പറ്റീഷൻസ് നോക്കുമ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോഴും നമ്മൾ ലൈവാണ്, അതിലും നമുക്ക് ചാൻസ് ഉണ്ട്. FA കപ്പ്. അപ്പൊ ഈ പറഞ്ഞ റിവൈസ്ഡ് സീസൺ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് അച്ചീവ് ചെയ്യാം ഈ കാര്യങ്ങൾ. അപ്പൊ അതിലേക്ക് നല്ല കോൺഫിഡൻസ് തരുന്ന ഒരു റിസൾട്ടായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഈ മാച്ച് ഇപ്പം ഇവിടെ രണ്ടഭിപ്രായം വന്നു. അതായത് ഗണേശനും സുദീപും ഭയങ്കര ഓപ്റ്റമിസ്റ്റിക് ആണ്, ഞാനും ഓബിനും അത്ര ഓപ്റ്റമിസ്റ്റിക്. ലൈക്ക് വി എൻജോയ്ഡ് ദ പെർഫോമൻസ്. ഇന്റന്റ് ഇസ് ദ റൈറ്റ് വേർഡ് ഐ ഫീൽ. കാരണം സ്ലോട്ടിന്റെ ബോഡി ലാംഗ്വേജ് ഇന്നലെ വാസ് വെരി അഗ്രസീവ്, വെരി ആനിമേറ്റഡ്. ഒരു ക്ലോപ്പിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു വൈബാ കിട്ടിയത് എനിക്ക്. അപ്പോ അത് പുള്ളിയുടെ നാച്ചുറൽ ഒരു ഡിമീനർ അല്ലെങ്കിൽ നാച്ചുറൽ സ്റ്റൈൽ അല്ല. ഈ മാച്ച് വി ക്യാൻ ഓൺലി ജഡ്ജ് വാട്ട് ദിസ് മാച്ച് മീൻസ് ബേസ്ഡ് ഓൺ വാട്ട് ഹാപ്പൻസ് ദ നെക്സ്റ്റ് ഗെയിം. അതായത് ഗണേഷ് പറഞ്ഞ പോലെ, സുദീപ് പറഞ്ഞ പോലെ, ഇഫ് വി ഹാവ് ആക്ച്വലി ടേൺ ദ ടൈഡ്, നമ്മൾ ഇനി ഇങ്ങനെയാണ് കളിക്കാൻ പോകുന്നത്, വി ഡോണ്ട് ഫിയർ എനിബഡി
അല്ലെങ്കിൽ ഓക്കെ. എനിക്ക് ഏറ്റവും സ്ലോട്ടിന്റെ ഈ മാച്ചിന് മുന്നേ ഉള്ള പ്രസ് കോൺഫറൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, പൊതുവെ മാനേജേഴ്സ് പറയാത്ത, ഞാൻ ഗ്വാഡിയോള മാത്രമേ പറഞ്ഞ് അങ്ങനെ കേട്ടിട്ടുള്ളൂ, വേർ സ്ലോട്ട് അഡ്മിറ്റഡ് ദാറ്റ് he did some things wrong. ഗ്വാഡിയോള പറയാറുണ്ട്, ഇറ്റ്സ് മീ, ഐ ഗോട്ട് ഇറ്റ് റോങ്. സ്ലോട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. സോബോസ്ലൈ മാച്ച് കഴിഞ്ഞ് ഭയങ്കര ഹാർഷ് ആയിരുന്നു സ്പേഴ്സ് മാച്ച് കഴിഞ്ഞിട്ട്. ആൻഡ് സോബോസ്ലൈ ഇന്നലത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞു, മേ ബി ഐ വാസ് ടു ഹാർഷ് ബട്ട് വി ഹാഡ് ടു ഡു ഇറ്റ്. ആ ഒരു അവര് തമ്മിൽ, അതായത് ഈ സ്ക്വാഡ് തമ്മിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇപ്പൊ സ്ലോട്ടിനാണെങ്കിലും പ്ലേയേഴ്സിനാണെങ്കിലും മേ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നറിയില്ല. പക്ഷെ മേ വരെ നമുക്ക് ടൈം ഉണ്ട് ടു എൻഡ് ദിസ് ഓൺ എ ഹൈ or something, you know, winning the trophy is something else, but ഒരു not go out in a whimper. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പോകുന്ന സീസൺ കഴിഞ്ഞു, ഈ ഏപ്രിലും മെയിലൊക്കെ മാച്ച് ഇങ്ങനെ വെറുതെ കളിക്കുന്ന ഒരു കളി ഉണ്ടല്ലോ, നത്തിങ് ടു പ്ലേ ഫോർ. അങ്ങനെ ആവാതെ ഈ സീസൺ ഈ ക്രൗഡിനെയും ഈ ഒരു ക്ലബിനെയും ഒരു എനർജൈസ് ചെയ്യാൻ ഐ തിങ്ക് യെസ്റ്റർഡേസ് പെർഫോമൻസ് വിൽ ഹെൽപ്പ്. പക്ഷെ അതൊരു അറ്റ്ലീസ്റ്റ് ഈ നെക്സ്റ്റ് മാച്ച്, ബിക്കോസ് അത് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ബ്രേക്ക് ആണ്, സോ നെക്സ്റ്റ് മാച്ചും കൂടി ജയിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് നമുക്ക് പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട്. ലൈക്ക് എനിക്ക് ഇന്നലെ ശരിക്കും ഞാൻ വീണ്ടും പറയുന്നത്, എനിക്ക് ഫ്ലുവന്റ് ഫുട്ബോൾ ആയിട്ട് തോന്നിയില്ല. പ്രോബബ്ലി ഗണേശൻ പറഞ്ഞ പോലെ ഈ സീസണിൽ ഈ സീസണിൽ കളിച്ചത് വെച്ച് ഭേദമാണ്, നന്നായി കളിച്ചു എന്ന് പറയാം. വേർഡ്സ് ക്രിയേറ്റഡ് ലോട്ട് ഓഫ് ചാൻസസ്, നെക്കിറ്റിക്ക് എവരിബഡി വർ നൈസ്, എസ്പെഷ്യലി ആഫ്റ്റർ 2 goals. അത് കഴിഞ്ഞപ്പോൾ ഒരു ചിരിയോടെ നമ്മൾ ഇന്നലെയാണെന്ന് തോന്നുന്നു ഈ സീസണിൽ ആൻഫീൽഡ് പല ചാന്റുകളും ചാന്റ് ചെയ്ത് കേട്ടത്. അല്ലെങ്കിൽ എപ്പോഴും മറ്റേ ടെൻസ്ഡ്. ഇന്നലെ സി സെന്യോർ കേട്ടു, ഫീൽഡ്സ് ഓഫ് ആൻഫീൽഡ് റോഡ് കേട്ടു, സ്റ്റീവൻ ജെറാർഡിന്റെ സോങ് കേട്ടു. ഈ സീസണിൽ ഇങ്ങനെ കേട്ടിട്ടേ ഇല്ല, കാരണം എല്ലാ മാച്ചും ലാസ്റ്റ് വരെ ഇങ്ങനെ ടെൻഷനും സ്ട്രെസ്സും അടിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ കൊണ്ടുവരാൻ ഇന്നലത്തെ റിസൾട്ടിന് പറ്റിയിട്ടുണ്ട്. ആൻഡ് ഫോർ ദാറ്റ് ടു റിമെയിൻ വി ഹാവ് ടു, അതായത് ബ്രൈറ്റനെ വീണ്ടും മറ്റേ 90 minutes ഇങ്ങനെ കടിച്ചു തൂങ്ങിയല്ല, കൺവിൻസിംഗ്ലി നമ്മൾ ബ്രൈറ്റനെ തോപ്പിക്കണം. ദെൻ വി ക്യാൻ ബി ലൈക്ക് ഓക്കെ, ഇന്റർനാഷണൽ പ്ലേയേഴ്സിന് നിങ്ങൾ പോയിക്കോളും എന്നിട്ട് തിരിച്ചു വന്ന് നമുക്ക് ഡയറക്ട്ലി FA കപ്പ് ആണ് മാഞ്ചസ്റ്റർ സിറ്റി, അത് കഴിഞ്ഞ് വി ആർ പ്ലേയിങ് PSG. സോ ബിസിനസ് ആണ്. അപ്പൊ ലാസ്റ്റ് 2 months വി ക്യാൻ, ഇഫ് വി ക്യാൻ, ഇന്നലെ കളിച്ച ഇന്റന്റിൽ, ബിക്കോസ് ടാലന്റ് ഇസ് ദർ, വി നോ ലാക്ക് ഓഫ് പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷെ ആ ടാലന്റിനെ നമ്മൾ യൂസ് ചെയ്തിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് വി ക്യാൻ സാൽവേജ് ദിസ് സീസൺ ഇൻ ടു സംതിങ് ടു റിമെമ്പർ. അതായത് ജയിക്കും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഈ സീസൺ കഴിയുമ്പോൾ നമുക്ക് ഗണേശൻ പറഞ്ഞ ഒരു പോയിന്റ് ക്ലോപ്പും പണ്ട് പറയാറ്, അതായത് നമുക്ക് ലിവർപൂളിന്റെ കളി കാണാൻ വീണ്ടും കൊതിയാവുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കും, അല്ലെ? ശരിയാണ്. സോ ഇപ്പം ഇതിലൊക്കെ കുറച്ച് മുന്നേ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ മൂന്നാമത്തെ ഗോൾ, ലൈക്ക് റയൻ റാവൻബേഴ്സിന്റെ ഗോളിൽ അവിടെ മുതലാണ് നമ്മൾ കുറച്ചുകൂടെ റിലാക്സ് ആയത്. കാരണം വി നോ നൗ ദർ ഇസ് 2 goal gap. ആ ഒരു സാധനം വി നീഡ് ടു ഗെറ്റ്. മേ ബി അടുത്ത 2 കളി 3 കളിക്ക് നമുക്ക് വേണ്ടി വരുമായിരിക്കും. ഓൾ ഇറ്റ്സ് ബേസിക്കലി കോൺഫിഡൻസ്. കാരണം നമ്മൾ ഈ ലാസ്റ്റ് 10 minutes പോയിട്ട് ഗോൾ വാങ്ങുന്നു എന്ന് പറയുന്നത് തന്നെ 80 minutes വരെ ഡിഫെൻഡ് ചെയ്യാൻ അറിയുന്ന ആള് പെട്ടെന്ന് അവസാനത്തെ 10 minutes അറിയാത്ത അവസ്ഥ വരുന്നില്ലല്ലോ. അത് ഇനി ഇതിപ്പോ 10 minutes ആണ്, ഇപ്പൊ ഞാനിത് വാങ്ങുമല്ലോ, ഇനിയിപ്പോ ഞാൻ എന്തൊക്കെ ചെയ്തല്ലോ, ഞാൻ പാസ് ചെയ്യുന്നത് തെറ്റിപ്പോവോ, ആ ഒരു സെൽഫ് ഡൗട്ട് വന്ന് കളിക്കുന്നതാണ് നമ്മളെല്ലാവരും പ്ലേയേഴ്സ്. സോ അതൊന്ന് മാറി കിട്ടുമ്പോൾ ബേസിക്കലി ഇപ്പൊ 2 goal ലീഡൊക്കെ വന്ന ഒരു കോൺഫിഡൻസ് ഒന്ന് ഓക്കെ, പ്രശ്നമല്ല, ഫ്രീ ആയിട്ട് കളിക്കാം, ഒന്ന് വാങ്ങിയാലും വി സ്റ്റിൽ ഹാവ് 1 more goal. അത് ആ ഒരു കോൺഫിഡൻസ് വരാനുണ്ട്. ആൻഡ് കഴിഞ്ഞ വർഷത്തെ പോലെ 1-0 ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ പീക്ക് കോൺഫിഡൻസ് ലെവൽ എത്തണം. ഇല്ലെങ്കിൽ ഈവൻ നില്ലാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഞാൻ അടിച്ചോളും, നമുക്ക് അടിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് സമയം എടുക്കുമായിരിക്കും. ബട്ട് ഇഫ് യു ക്യാൻ ഗെറ്റ് ദാറ്റ് 2 goal ലീഡ് ഇൻ ദ ഫസ്റ്റ് ഹാഫ്, അഗെയിൻ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ കളി സെക്കൻഡ് ഹാഫിലല്ല നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ല, അതാണ് ഫ്രണ്ട് ഫുട്ടിലാണ് ഇന്നലെ കളിച്ചത്. നമ്മള് ഡിഫെൻസീവ് മെന്റാലിറ്റിയോട് കളിച്ചില്ല. ഐ തിങ്ക് സ്ലോട്ട് ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ലിവർപൂൾ ഇസ്. ആൻഡ് യെസ്റ്റർഡേ നമ്മൾ കളിച്ചത് വെച്ചിട്ടാണ്
ആ ക്രൗഡും ലിവർപൂൾ ഹാസ് ടു പ്ലേ ഓൺ ഫ്രണ്ട് ഫുട്ട്. നിങ്ങൾ ഡിഫെൻസീവ്ലി ലൈക്ക് ഫോർ എക്സാമ്പിൾ റാഫ ബെനിറ്റസിന്റെ കാലത്ത് നമ്മൾ ഡിഫെൻസീവ്ലി സ്ട്രോങ് ആയിട്ട് കളിച്ചിട്ടുണ്ട്. ബട്ട് വി പ്ലേഡ് ഓൺ ദ ഫ്രണ്ട് ഫുട്ട്. നമ്മൾ ഒരു നിക്കിങ് സ്ലോട്ട്, എനിക്ക് തോന്നുന്നു ഈ സീസണിന്റെ ഒരു റിവ്യൂ, നമ്മൾ ഈ സീസൺ റിവ്യൂ ചെയ്യുമ്പോൾ സ്ലോട്ട് സ്റ്റാർട്ടഡ് ദ സീസൺ വിത്ത് ലോട്ട് ഓഫ് പോസിറ്റിവിറ്റി. 5 കളി ജയിച്ചപ്പോൾ നമ്മൾ മറ്റേ PSG സ്റ്റൈല് ഈ കൺസിക്യൂട്ടീവ് ഡിഫീറ്റ്സ് വന്നപ്പോൾ ദ സ്ക്വാഡ് ആൻഡ് ദ പ്ലേയേഴ്സ് ആ സെൽഫ് ഡൗട്ട് കയറി, സല പ്രോബ്ലം വന്നു, വി വെന്റ് ബാക്ക്, ആ ഷെല്ലിൽ പോയി വി കൈൻഡ് ഓഫ് ഫൊഗോട്ട് വാട്ട് ഹൂ വി ആർ. ലൂയിസ് ഹാമിൽട്ടന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഇത്തവണ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് അതാണ്. പുള്ളി ഒരു സൈൻ ചെയ്യാൻ പോകുമ്പോൾ വൺ ക്രൗഡ് എന്ന് ഒരാൾ പറഞ്ഞു, ലൈക്ക് റിമെമ്പർ ഹൂ യു ആർ. ഐ തിങ്ക് യെസ്റ്റർഡേ വി കൈൻഡ് ഓഫ് റിമെമ്പർഡ് ഹൂ വി ആർ. ലെറ്റ്സ് hope that we don't forget it again on Saturday. അത്രേ ഉള്ളൂ. അപ്പോ അതൊക്കെയാണ് ഇന്നലെ സംഭവിച്ചത്. ജയിക്കുമ്പോൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്യാൻ ഗ്രൂപ്പുകളും സൈലന്റ് ആവാറുണ്ട്. ഇത് പോഡ്കാസ്റ്റിൽ ഗണേശന് ഉറക്കം വരുന്നുണ്ട്. അപ്പോ നമുക്ക് മറ്റ് ക്ലബ്സിന്റെ മാച്ചസിലേക്ക് പോവാം. ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി ദാറ്റ് ഈസ് സംതിങ് വി ക്യാൻ ഡിസ്കസ്. വിൽ ഡിസ്കസ് ലാസ്റ്റ് ടൈം അല്ലെ. ചാമ്പ്യൻസ് ലീഗ് കാണാൻ നല്ല രസമാണ്. പ്രീമിയർ ലീഗ് പോലെയല്ല. എന്ത് രസം. നമ്മൾ 1:30-ക്കാണെങ്കിലും 10:30-ക്കാണെങ്കിലും രാത്രി എത്ര മണിയാണെങ്കിലും നമുക്ക് ഫുട്ബോൾ കണ്ട ഫീലാണ്. പ്രീമിയർ ലീഗ് കാണുമ്പോൾ എങ്ങനെയെങ്കിലും ഇത് കണ്ട് തീർക്കാന്നുള്ള ഒരു ലെവലിലേക്ക് എവറി ഗെയിം. ഐ തിങ്ക് ദിസ് പ്രീ ക്വാർട്ടർ റൗണ്ട് ഓഫ് 16 ഹാസ് ബീൻ breath of fresh air. Goals were there, mistakes were there, performances were there. നമുക്ക് ഫസ്റ്റ് we have to start with the Newcastle versus Arsenal. Sorry, Newcastle versus Barcelona. Barca. ഗണേശ ഒന്ന് മോങ്ങ കിട്ടുക. ഇല്ല, ഞാന് കണ്ണിന്റെ എന്തോ പോയതാണ്. വോക്കലായിരുന്നു. ന്യൂകാസൽ വേഴ്സസ് വാട്ട് ഇസ് ദാറ്റ് ബാഴ്സലോണ. ഫസ്റ്റ് ഓഫ് ഓൾ അതായത് ഇപ്പൊ വീണ്ടും F1 റെഫറൻസിലേക്കാണ് പോകുന്നത് ഞാൻ. അതായത് ഇക്കൊല്ലത്തെ F1 റെഫറൻസ് എല്ലാരും ബാറ്ററി ഫുൾ യൂസ് ചെയ്തിട്ട് 30 മിനിറ്റ് 40 മിനിറ്റ് കളിച്ചു. അത് ബാറ്ററി തീർന്നു. Then it was over. പക്ഷെ ആ 30 minutes was really fun. അത് എനർജി തീർന്നതായിരിക്കില്ല. സോ അവർക്ക് ഇപ്പൊ ഒരു ഗോൾ കൺസീഡ് ചെയ്തു. ഫസ്റ്റ് ഗോൾ കൺസീഡ് ചെയ്തു ന്യൂകാസില്. അവർ തിരിച്ചടിച്ചു. രണ്ടാമത്തെ കൺസീഡ് ചെയ്തു, തിരിച്ചടിച്ചു. മൂന്നാമത്തെ കൺസീഡ് തിരിച്ചടിക്കാനൊരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. ആ ബ്രേക്ക് വന്നു. അവിടെ എന്താ പറയാ, ഹാഫ് ടൈമിന് തൊട്ട് മുന്നിൽ ഫൈനൽ കിക്ക് ആയിരുന്നു നല്ലത്. അതടിച്ച് പിന്നെ പോയി 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ആ ടച്ച് പോയി. പിന്നെ അവർ വീണ്ടും എടുക്കുമ്പോഴേക്ക് ബാർസ ഒന്നുകൂടി അടിച്ച് പിന്നെ കൈ വിട്ടുപോയി. 2 ഗോൾ ലീഡൊക്കെ വന്നപ്പോ ഒരു ഓക്കെ, ഇനി ഞങ്ങളില്ല, ഇനി നിങ്ങൾ എന്താ ചെയ്തോ. അതുവരെ നല്ല ഗെയിം ആയിരുന്നു ആക്ച്വലി. ഈവൻ ബാർസയുടെ ഫസ്റ്റ് ഗോൾ അടിക്കുന്നതിന് ആദ്യത്തെ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂകാസിൽ ഹാഡ് 3 or 4 ചാൻസസ്. ആദ്യത്തെ 5-6 മിനിറ്റിൽ തന്നെ അവർക്ക് ചാൻസ് ഉണ്ടായിരുന്നു. റിയലി സ്റ്റാർട്ടഡ് വെൽ. പിന്നെ അഗൈൻ ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ടില്ല ഇവരാരും. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് കുറവ് എല്ലാവർക്കും ഉണ്ട് ആസ് എ ടീം. അത് ബാഴ്സയ്ക്കുമില്ല പാവം. എല്ലാം പിള്ളേരല്ലേ കളിക്കുന്നുണ്ടല്ലോ. As a club they are playing season in and out, they are playing, fans are playing in that. ഫാൻസ് ഉണ്ടല്ലോ. അതെ, അവരുടെ സ്റ്റേഡിയത്തിലല്ല കളിക്കുന്നത്, വേറെ സ്റ്റേഡിയത്തിലാണെന്ന് തോന്നുന്നു അല്ലെ. അവിടെ എന്തോ പണി നടക്കില്ല. എന്തായാലും അത് ഞാൻ കളി കണ്ടപ്പോ ഒരു ഡബിൾ ഡിജിറ്റിലേക്കൊക്കെ പോകുന്ന വിചാരിച്ചു. പക്ഷെ 72 മിനിറ്റ് ആയപ്പോ അവർ ഗോൾ അടിക്കുന്നത് നിർത്തി. അതുകൊണ്ടാണ് ന്യൂകാസിൽ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ഇനിയും സ്കോർ കയറി പോയത്. ഫസ്റ്റ് അവർക്ക് ഈ മറ്റേ ഫിസിക്കൽ ഗെയിം എന്തായാലും ഫസ്റ്റ് ലെഗിൽ അവർക്ക് മാച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അവന്മാര് മറ്റേ പാസ് ചെയ്ത് അവരെ മടുപ്പിച്ചു. അതായത് ഇപ്പൊ ഒരു പ്ലെയർ മിഡ്ഫീൽഡിൽ ഉണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ ജോലിൻഡൻ തന്നെ ഐ തിങ്ക് പറഞ്ഞു തോന്നുന്നു, ബ്രെയിൻ പറയും ആ പ്ലെയറിനെ പോയി പ്രസ് ചെയ്യുന്ന പറയുമ്പോ ആ പ്ലെയർ നോക്കും, ആ പ്ലെയറുടെ അടുത്തേക്ക് ഞാൻ ഓടുമ്പോ ആ പ്ലെയറുടെ കയ്യിൽ ബോളില്ല. അപ്പൊ ഇങ്ങനെയാണ് ആൾ ബോള് റീറ്റെയിൻ ചെയ്യാ. കുറെ നേരം ഓടി എന്നല്ലാതെ അതിനൊരു മീനിങ് ഫുൾ ആയിട്ട് മാറ്റാൻ പറ്റിയിട്ടില്ല. കുറെ പ്രസ് ചെയ്യുന്ന ആൾക്ക് ബോളില്ല. അതാണ് അത്രയും സ്പീഡ് ആയിട്ടുള്ള ഒരു പാസിംഗ് ആയിരുന്നു. പിന്നെ നമുക്കറിയാം ന്യൂകാസിലിന്റെ മെയിൻ
എവറിത്തിങ് മിഡ്ഫീൽഡാണ്. ആ മിഡ്ഫീൽഡ് ഫിസിക്കലായിട്ട് അവര് കളിക്കുന്നത് കൊണ്ടാണ് ഗോൾ സ്കോറിങ്ങും വരുന്നത്. അപ്പൊ അതിന്ന് എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റും. അപ്പോ മെയിൻ റീസൺ അതാണ്, അവരുടെ മിഡ്ഫീൽഡ് എഫക്റ്റീവ് ആയിരുന്നില്ല. ബിക്കോസ് ഓഫ് ബാർസലോണയുടെ ആ പഴയ ഒരു ടിക്കി ടാക്ക പാസിങ്, എങ്ങോട്ടാന്ന് അറിയാതെ ആർക്കെങ്കിലൊക്കെ പാസ് ചെയ്യും. ട്രയാങ്കിൾ ആണെന്ന് തോന്നും, പക്ഷെ ട്രയാങ്കിൾ ആവില്ല, വേറെ എന്തൊക്കെയോ ഒരു ഫോർമേഷനിലായിരിക്കും പാസ് ചെയ്യുന്നത്. സോ നല്ലൊരു കളിയായിരുന്നു. നമ്മൾ പറഞ്ഞു ബാർസലോണ ജയിക്കുന്ന എല്ലാരും പറഞ്ഞായിരുന്നു തോന്നുന്നു. ഓബിൻ എക്സ്പെക്ട് ചെയ്തു ന്യൂ കാസിൽ ജയിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അതെ അതെ, ജയിച്ചാൽ നന്നായിരിക്കും. കൂടി കിട്ടണമായിരുന്നു എനിക്ക്. രണ്ടിലൊക്കെ അവിടെ കളിച്ചാൽ ചിലപ്പോ ജയിക്കായിരിക്കും. അല്ല, സ്പീഡിൽ പാസ് ചെയ്ത് ഗോൾ അടിക്കും, അപ്പൊ പിന്നെ ന്യൂ കാസിൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെയൊക്കെ തന്നെയാണ് ഉണ്ടായത്. പക്ഷെ സെക്കൻഡ് ഹാഫിലാണ് അത് വർക്ക്ഔട്ട് ആയത്. മിഡ് വീക്ക് ശരിക്കും എനിക്ക് ആ വാക്ക് പോഡ്കാസ്റ്റ് ഉപയോഗിക്കണ്ട, പക്ഷെ ആ വാക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവും, പ്രീമിയർ ലീഗിന് നല്ലോണം കിട്ടി. അതായത് പ്രീമിയർ ലീഗിന്റെ അവസ്ഥ ശരിക്കും, കാരണം ഇപ്പൊ ന്യൂകാസിൽ ടേബിളിൽ 14 ഒക്കെ ആയിരിക്കും, പക്ഷെ ഈ സമ്മറിൽ ന്യൂകാസിലിന്റെ ആ പ്ലേയേഴ്സ്, ഇപ്പൊ ഇറങ്ങിയ പ്ലേയേഴ്സ്, ലൂയിസ് ഹോൾ ആയിക്കോട്ടെ, ആന്റണി ഗോർഡൻ ആയിക്കോട്ടെ, ബാൺസ് മേ നോട്ട് ബി, ബട്ട് ആ ടീമിലെ മിക്ക പ്ലേയേഴ്സും നമ്മൾ കേൾക്കുന്ന വാല്യൂ 70 മില്യൺ, 100 മില്യൺ, 120 മില്യൺ എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ബാഴ്സയിലെ പയ്യന്മാരെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഒന്നുമല്ല. ആ പ്രീമിയർ ലീഗ് ബബിൾ ശരിക്കും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റിയത് ഈ മിഡ് വീക്കാണ്. കാരണം ഈവൻ മാഞ്ചസ്റ്റർ സിറ്റി, നമ്മൾ അടുത്ത ഗെയിം അതിലേക്കാണ് പോകുന്നത്, മാഞ്ചസ്റ്റർ സിറ്റിന്റെ ഗെയിം ആണെങ്കിലും, മാൻ സിറ്റിയുടെ ഗെയിമിൽ ഇപ്പൊ ഫസ്റ്റ് if you talk about that game itself, there was no Mbappe, ബെല്ലിംഗം ഇല്ലായിരുന്നു. സോ ഏതാ ട്രെൻഡ് ഉണ്ടായിരുന്നു, കാർവഹാൽ ഇല്ലായിരുന്നു. സോ നമ്മൾ പറയുന്ന സോ കോൾഡ് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ടും അവരുടെ കളിച്ച പ്ലേയേഴ്സ്, ആ ബ്രിയാം ഡിയാസ് ആണെങ്കിലും, വിനിയോ കേസ് സ്റ്റാർ, ബട്ട് അവര് മിഡ്ഫീൽഡില് ആർഡ ഗുളർ, ലൈക് സോ മെനി യങ്സ്റ്റേഴ്സ് were there. ഇവര് ഈ സൂപ്പർ സ്റ്റാർ സോ കോൾ നമ്മൾ എല്ലാ ട്രാൻസ്ഫർ വിൻഡോയിലും സിറ്റി മറ്റോനെ വാങ്ങി, സിറ്റിയുടെ ഓരോ പ്ലേയേഴ്സിന്റെ വാല്യൂ എന്തുവാ. സോ ബേസിക്കലി പ്രീമിയർ ലീഗ് ഗോട്ട് എക്സ്പോസ്ഡ് അല്ലേ? ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലും അപ്പാർട്ട് ഫ്രം ലിവർപൂൾ ആൻഡ് ആർസണൽ, ഞാൻ പറയും നമ്മുടെ ക്ലബ്ബ് ഗംഭീര, ആർസണൽ ഗംഭീര പറയുന്നല്ല, അതർ ഗെയിംസ് വെർ നോട്ട് ഈവൻ എ കോൺടെസ്റ്റ്. അവിടെ ഒരു കോൺടെസ്റ്റ് ഇല്ലായിരുന്നു. ഇപ്പൊ സ്പേഴ്സ് വൺ, ബട്ട് സ്റ്റിൽ അത് ടൈ അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു, വേറെ ഒരു കോൺടെസ്റ്റ് ഇല്ലായിരുന്നു. സോ വേർ ഡസ് ദിസ് ലീവ് us? ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. ഈ പ്രീമിയർ ലീഗിന്റെ സോ കോൾഡ് ബെസ്റ്റ് ലീഗ് ഇൻ ദ വേൾഡ് എന്നൊക്കെ പറയുമ്പോഴും ക്ലബിലെ അക്കാഡമി പ്ലേ, ഇനി ഈ അക്കാഡമി പ്ലേയേഴ്സിന് ഇപ്പുറത്ത് 100-150 മില്യൺ കൊടുത്ത് മേടിക്കുന്നല്ലാണ്ട്. സോ സിറ്റി വേഴ്സസ് റയൽ മെഡ്രിഡ്, സിറ്റി ഹാഡ് എ വെരി ഗുഡ് സ്റ്റാർട്ട്, പക്ഷെ ആ റെഡ് കാർഡോട് കൂടി കളി നിന്നു. പക്ഷെ ഈ ഒരു സീസണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സെപ്റ്റ് മേ ബി ആർസണൽ, എല്ലാവരും സ്ട്രഗ്ലിംഗ് ആണ് ഇൻ PL. എവരിബഡി ഇൻ എ ട്രാൻസിഷൻ. നമ്മളതും whether we want to call it or not, നമ്മളൊരു ട്രാൻസിഷനിലാണ്. സിറ്റീസ് ഓൺ എ ട്രാൻസിഷൻ. പെപ് ഗാർഡിയോള പ്രോബബ്ലി വിൽ ലീവ് എന്നുള്ള അവസ്ഥയിലുള്ളത്. യുണൈറ്റഡ് ഈസ് നോട്ട് സ്റ്റേബിൾ. ചെൽസി എന്താന്ന് ആർക്കും അറിയില്ല. സോ we played well in the group games because we were so physical. നമ്മള് entire PL മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ആർഗ്യുമെന്റ് ബാഴ്സയ്ക്കും റയലിനും ഉണ്ട്. റയലിനും മാനേജർ സാക്കായി, പുതിയ മാനേജർ വന്നു, അവരും ഒരു സിസ്റ്റം ഒന്നും ഇല്ല നിൽക്കാൻ. ബാഴ്സ യങ് സ്ക്വാഡ്, അവരും ഒരു ട്രാൻസിഷനിലാണ്. ഇപ്പം മറ്റേയാളെ ഫേസ് ഔട്ട് ചെയ്യാണ് ലെവൻഡോസ്കി, ട്രൈങ് ടു ബിൽഡ് സംതിങ്. എന്നാലും ഞാൻ പറഞ്ഞ പ്യോർലി ഓൺ ഫുട്ബോളിംഗ് ക്വാളിറ്റി, പണ്ട് പിന്നെ റിസൾട്ട് ബിസിനസ് എന്ന് പറയും, പ്യോർലി ഓൺ ഫുട്ബോളിംഗ് ക്വാളിറ്റി ഇറ്റ്സെൽഫ് നമ്മൾ എന്തുകൊണ്ട് ഇത്ര എൻജോയ് ചെയ്തു. ഈവൻ നമ്മൾ എല്ലാവരും ബോഡോ വേഴ്സസ് സ്പോർട്ടിംഗ് നമ്മൾ കണ്ടു. ഫുട്ബോൾ പ്ലേഡ് ദ വേ ഫുട്ബോൾ ഷുഡ് ബി പ്ലേഡ്. രണ്ട് ടീമും ജയിക്കാൻ വേണ്ടി ചത്ത് കളിക്കുന്നു. ഇത് പ്രീമിയർ ലീഗിൽ കാണില്ല. ഇത് ആന്റണി ഗോർഡൻ കഴിഞ്ഞതിന്റെ മുന്നത്തെ ഗെയിം, ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ ലാസ്റ്റ് ബാസ ഗെയിം അല്ല, അതിന്റെ മുന്നത്തെ ചാമ്പ്യൻസ് ലീഗ് കളിച്ച
അത് കഴിഞ്ഞിട്ടാണല്ലേ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ബോത്ത് ടീംസ് വാണ്ട്സ് ടു പ്ലേ ഫുട്ബോൾ. ചാമ്പ്യൻസ് ലീഗിൽ, പ്രീമിയർ ലീഗിൽ അതില്ല. ഫിസിക്കലാണ്, ടൈം ഇല്ല എന്ന് പറയുമ്പോഴും ടൈം കിട്ടിയാലും കളിക്കാത്ത എത്ര പ്രീമിയർ ലീഗ് ടീംസ് ഉണ്ട് ഈ സീസണിൽ, എക്സ്പെഷ്യലി ഈ സീസണിൽ കമ്പയർഡ് ടു വാട്ട് എവർ ലാസ്റ്റ്. ഈ സീസണിൽ പറ്റുന്ന അത്ര ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്യും. സ്റ്റാർട്ട്സ് ഫ്രം ആർസണൽ, എൻഡ്സ് അറ്റ് വൂൾസ്, സ്റ്റാർട്ട് ടു എൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആര് കിട്ടിയാലും അവർക്ക് എങ്ങനെയും പിടിച്ചു നിൽക്കണം. ഒരു ത്രോയിൻ കിട്ടിയാൽ കുറെ നടന്ന് പോയി ത്രോയിൻ എടുത്ത് റഫറിനോട് ഏതൊക്കെയോ ടീമിൽ ഏതൊക്കെയോ പ്ലേയേഴ്സ് ചോദിക്കുന്നത് അത് കുറച്ച് മുന്നോട്ട് പോകും, ഞാൻ ഇവിടെ നിന്നാണ് ത്രോ എടുക്കേണ്ടത്, അവിടെ നിന്നാണ് എടുക്കേണ്ടത്, എന്നിട്ട് ബാക്കോട്ട് പോകും. സോ അത്രക്കും വി ആർ ട്രൈയിങ് ടു നോട്ട് പ്ലേ ദിസ് സീസൺ പ്രീമിയർ ലീഗിൽ. ആൻഡ് വെൻ കമ്പയർ ദാറ്റ് ടു ചാമ്പ്യൻസ് ലീഗിൽ പോകുമ്പോൾ എവരിബഡി വാണ്ട്സ് ടു പ്ലേ ഫുട്ബോൾ. എക്സ്പാൻസീവ് ഫുട്ബോൾ എന്ന് പറയുന്നില്ല എന്നുണ്ടെങ്കിലും ദേ വാണ്ട് ടു സ്റ്റിൽ ട്രൈ സംതിങ് വിത്ത് ദ ഫീറ്റ്. അപ്പം ആ ഒരു ഡിഫറൻസ് ഭയങ്കര ഒരു ഗ്യാപ്പ് കൂടിയിട്ടുണ്ട് ഈ സീസൺ കമ്പയർഡ് ടു ഓൾ അതർ പ്രീ സീസൺ. അത് ഇത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് പ്രീമിയർ ലീഗിൽ ചാമ്പ്യൻസ് ആവുന്ന ആ ടീമിന്റെ ഐഡന്റിറ്റി, അതാണ് പ്രീമിയർ ലീഗിന്റെ ഈ CL വരുമ്പോ ഒരു ഐഡന്റിറ്റി ആയിട്ട് മിക്കവാറും വരുന്നത്. നമ്മുടെ അത് നമ്മള് സിറ്റി, ലിവർപൂളൊക്കെ അത് നിന്നിരുന്ന സമയത്ത് ആ ഒരു ഐഡന്റിറ്റി ആയിരുന്നു മറ്റ് ക്ലബ് ഈ പ്രീമിയർ ലീഗ് ക്ലബ്സും ഫോളോ ചെയ്യാൻ നോക്കിയിരുന്നു. ആ ഐഡന്റിറ്റിയാണ് യൂറോപ്പിലേക്കും കൊണ്ടുവരാൻ നോക്കിയത്. ഇപ്പോ നേരെ തിരിഞ്ഞു. ആർസണലിന്റെ ഐഡന്റിറ്റിയാണ് എല്ലാ ക്ലബ്ബുകളും അതാണ് അതിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്. അത് കുറച്ച് പേർക്ക് പണി കിട്ടുകയും ചെയ്തു. അപ്പൊ ഏതാണ് ചാമ്പ്യൻസ് ലീഗ് നല്ലൊരു രസമുള്ള സ്ഥലമാണ്. അവിടെ അറിയാം ഏത് സ്റ്റൈലാണ് യൂറോപ്പിൽ ഇപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത്. അതിന്റെ സൂചനകളാണ് ഇത്രയും ഗോളുകൾ വന്നതും. ഇപ്പോഴും ഒരു പൊസിഷൻ ബേസ്ഡ് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന അല്ലെങ്കിൽ പ്രസ് ഒക്കെ ചെയ്യുന്ന, അറ്റാക്ക് ചെയ്ത് ഗോൾ അടിക്കാൻ ശ്രമിക്കുന്ന ടീമുകളുടെ ഒരു ഗോൾ ഫെസ്റ്റ് തന്നെയായിരുന്നു ഇത്തവണ CL. അത് അല്ലാതെ ഇങ്ങനെ ടൈം വേസ്റ്റിങ്ങും അങ്ങനെ നിൽക്കുന്ന ടീമുകൾ പലതും സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങുന്ന ഒരു അവസ്ഥ. രസമായിരുന്നു. എനിവേ ന്യൂകാസലിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഓക്കെ. ബട്ട് അഗൈൻ ഓബൻ പറഞ്ഞ പോലെ ന്യൂകാസലിന് പാവം ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ് ഇല്ല ആസ് എ ക്ലബ്. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ കുറച്ച് ചെൽസി ഫാൻസിനോട് സംസാരിച്ചു. ചെൽസി ഔട്ട് പ്ലേ എന്നല്ല, ലൈക്ക് രണ്ട് ലെഗിലും കൂടി വളരെ ഒരു ഇറ്റ്സ് വെരി ഡിമീനിങ് ഫോർ എ ബിഗ് ക്ലബ് ലൈക്ക് ചെൽസി അല്ലെ. PSG ഒരു തരത്തിലും ആ മാച്ചിൽ ഒരു തരത്തിലും ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ചെൽസി വർ നോവെയർ. ഡിഫൻസീവ് മിസ്റ്റേക്സ് എത്രയായിരുന്നു ചെൽസിയുടെ എന്നാണ്. കോമഡി ആയിരുന്നു ഡിഫൻസ് കാണാൻ ചെൽസിയുടെ. സാറൊക്കെ അവരൊക്കെ പയ്യന്മാര്, ചെറിയ പയ്യന്മാര്, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള പെഡിഗ്രി ഉള്ള അറ്റാക്കിംഗ് പ്ലേയേഴ്സിന്റെ അടുത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ലേ. അത് വളരെ ഈസി ആയിട്ട് ട്രെയിനിങ് ഗ്രൗണ്ടിൽ കളിക്കുന്ന പോലെയാണ് PSG കളിച്ചിരുന്നത്. എന്താണ് അവസ്ഥ എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് ആ മാച്ച് കണ്ടു കഴിഞ്ഞപ്പോ. എന്താണ് തോന്നിയത്? ഗണേശൻ, ലിയം റൊസീനിയറിനെ കുറിച്ച് അഭിപ്രായം എന്താ? കാരണം ഞാനും നമ്മൾ ഒരുപാട് സ്ട്രാസ്ബർഗിന്റെ മാച്ച് കണ്ടിരുന്നു. ആൻഡ് വി എസ്പെഷ്യലി പനിച്ചെല്ലിന്റെ കളി കാണാൻ വേണ്ടിട്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് എന്താ പറയാ, ഒരു അല്ലേ അതിന് പറ്റുന്നില്ല. അതായത് ഇവിടെ വന്നിട്ട് എല്ലാ മാനേജർക്കും സംഭവിക്കുന്ന അതേ തന്നെയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ടീമിൽ ഒരു ദിവസം ഒരാൾ വിങ്ങർ, വേറൊരു ദിവസം വേറൊരു വിങ്ങർ, വേറെ ദിവസം വേറൊരു ഡിഫൻഡർ, അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതാണ് എന്റെ ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ. ഇത് വെച്ചായിരിക്കും ഞാൻ മാക്സിമം നമ്പർ ഓഫ് ഗെയിംസ് കളിക്കുന്നത്. ചില ഗെയിംസിൽ മാറ്റം വരുന്നുണ്ട്. ഇപ്പോ എല്ലാ ഗെയിമിലും ലൈനപ്പിൽ വരുന്ന ഇൻകൺസിസ്റ്റൻസിയാണ്. ഓരോ പ്രാവശ്യവും ഓരോ പരീക്ഷണമാണ്. ഇനി അത് മാനേജറിന്റെ പ്രിഫറൻസ് ആണോ, അല്ലെങ്കിൽ ചെൽസിയിലെ ഒരുപാട് ബോർഡ് മെമ്പേഴ്സ് ഒരുപാട് ഇതാവുന്നുണ്ട്. ലൈക് ലൈനപ്പിൽ തന്നെ അവര് എന്താ പറയാ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു കൺസിസ്റ്റന്റ് ടീമിനെ ഫീൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോ എൻസോ ഫെർണാണ്ടസ് ആയിരിക്കും ഒരു ഫേക്ക് ലെഫ്റ്റ് വിങ് ഫോർവേഡ് പോലെ കളിക്കുക, ചിലപ്പോ ഗർനാച്ചോ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഇത് ബിഗ് സ്റ്റേജില് ചാമ്പ്യൻസ് ലീഗില്, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ന്യൂകാസലിന് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞു. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചെൽസി ഇങ്ങനെ ഒരു ഇൻകൺസിസ്റ്റന്റ് സ്റ്റാർട്ടിംഗ് 11 വെച്ച് കളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പോരാത്തതിന് ദേ ഹാവ് എക്സ്പീരിയൻസ് പ്ലേയേഴ്സ്. പക്ഷെ സുധീർ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ എറേഴ്സ് അന്ന് സ്പേഴ്സിന്റെ ഗോൾ കീപ്പറിന് സംഭവിച്ചു, ഇതിപ്പോ ചെൽസിയുടെ ബാക്ക് ലൈനിൽ സംഭവിച്ചു എന്ന് മാത്രം. സോ അങ്ങനെ കുറെ ഇഷ്യൂസ് വരും.
പിന്നെ അതില് മറ്റേ രസകരമായ സംഭവം പറയുന്നത് 8 ഗോള് ട്രെയിൽ ചെയ്ത് നിൽക്കുമ്പോ ഗർണാച്ചോടെ സബ് ഇറക്കുമ്പോ ആള് അതിന്റെ അകത്തൊരു സ്ലിപ്പ് കൊടുത്തയക്കുക. എന്താ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ സിനിമയിൽ പറയുന്ന പോലെ നടക്കുള്ളൂ. നമ്മള് 8-2 ആണെങ്കിലും 6 ഗോൾ അടിച്ച് അത് ഡ്രോ ചെയ്യുക, എന്നിട്ട് പെനാൽറ്റിക്ക് പോവുക, പെനാൽറ്റി ജയിക്കുക. എന്നിട്ട് അജിത്തിന്റെ വിജയുടെ സിനിമയിലൊക്കെ നടക്കും. തമിഴ് സിനിമയിൽ നടക്കുമായിരിക്കും. അതല്ല ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻസ് ലീഗിൽ നടക്കില്ല. അല്ല അവരെ അല്ല ഇനി ആ കത്ത് PSG ക്കുള്ളതാണെന്ന് അറിയില്ല. മതി നിർത്തടേ എന്ന് പറഞ്ഞ പോലെ ഇനി അതാണെന്ന് അറിയില്ല. എട്ട് ഗോൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്, ഇനി വാങ്ങരുത് പ്ലീസ്, ഒരു 10 മിനിറ്റും കൂടി കളിയുള്ളൂ എഴുതി കൊടുത്തായിരിക്കും. ഒരു ടാക്ടിക്സ് പോവാ, 10 മിനിറ്റേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ചെൽസി പ്ലെയറോട് റിക്വസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇനി അടിക്കരുത് എന്ന് പറഞ്ഞ അവരോട് പറയുന്നത് നല്ലത്. അല്ല ഇപ്പം നമുക്ക് നെക്സ്റ്റ് നമ്മുടെ റൗണ്ടില് PSG ആണ് വരാൻ പോകുന്നത്. അപ്പോ ഇത് ഈ കമന്റ് അപ്പൊ തിരിച്ചു കൊണ്ടുവന്നാലും കുഴപ്പമില്ല. നമ്മള് ആള് സ്ലോട്ട് സ്ലിപ്പ് ഒന്നും കൊടുത്തയക്കാറില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല എനിക്ക് തോന്നുന്നു PSG കൂടെ ആയിരുന്നു ഞാനിങ്ങനെ ഗ്രൂപ്പിൽ പറയുന്ന ഒരു കാര്യമാണ് ഈ കേഴ്സ് പോലെ. അന്ന് PSG കൂടെ തോറ്റതിന് ശേഷമാണ് സ്ലോട്ടിന് ഭയങ്കര PSG ഒരു അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ഗുണം പിടിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം. പക്ഷെ അപ്പോഴേക്കും നമ്മൾ ലീഗൊക്കെ ഓൾറെഡി തീരുമാനമായിണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെർഫോമൻസ്. പക്ഷെ ഇപ്പൊ അത് ആ കേഴ്സ് ബ്രേക്ക് ചെയ്യാനുള്ള സമയം. ഇത്തവണ നമ്മൾ PSG ആയിട്ടുള്ള മാച്ചില് ഇത്തവണ PSG നമ്മൾ തോൽപ്പിച്ചിട്ട് നമ്മൾ ആ കേഴ്സ് അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് പിന്നെ നമ്മൾ അങ്ങോട്ട് അടിച്ചു കയറി അങ്ങ് പോകാനുള്ള ഒരു സാധ്യത അതാണ് സംഭവിക്കുക. അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഫിക്സ്ചർ വന്നത്. ലിവർപൂൾ PSG ഫിക്സ്ചർ വരണമെന്ന് ഭയങ്കര ആഗ്രഹം. നേരത്തെ വന്നിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു എന്ന് ഞാൻ ഫീൽ ചെയ്തത്. അത് ആവശ്യമായിരുന്നു. ഈ സീസണിൽ ആ മാച്ച് വേണം. അതെന്തായാലും നന്നായി അങ്ങനെ വന്നു. അവരെ തോൽപ്പിച്ച് തന്നെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. സ്പെഷ്യൽ മെൻഷൻ ഫോർ സ്പേഴ്സ്. പാവം കളി ജയിച്ചു, നമ്മൾ കോൺഫിഡൻസ് കൊടുത്തു, ആ കോൺഫിഡൻസ് എടുത്തുകൊണ്ട് അവര് അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിച്ചു. അങ്ങനെ നമ്മള് കാരണം പാവം സ്പേഴ്സിനും Sporting also deserves respect from all our four. Because നമ്മൾ പറഞ്ഞു ബോഡോ ജയിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു, മുമ്പ് സ്പോർട്ടിങ്ങിന്റെ കളി കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് ആ കളിയൊന്നും കാണാതെ. സോ എന്താ പറയാ, 5 ഗോൾ അടിക്കുക, 3 ഗോളിന് 5 ഗോൾ. 15 മിനിറ്റ് തന്നെ അതിനകത്ത് 5-6 ഗോളിക്ക് ചാൻസ് ഉണ്ടായിരുന്നു ആ കളിയിൽ. ആ മാച്ച് കണ്ടപ്പോ ഒരു അറ്റാക്ക് വേഴ്സസ് ഡിഫൻസ് പോലെയായിരുന്നു. ഇങ്ങനെ സ്പോർട്ടിങ് ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു വേവ് കഴിഞ്ഞ് അടുത്ത വേവ്, ഒരു വേവിൽ തന്നെ 3-4 ഷോട്ടും അങ്ങനെ അറ്റാക്ക് ചെയ്ത്. ബോളിന് എന്താ പറ്റിയെന്നറിയില്ല. അവര് അത്രയും ഇതിനു മുമ്പുള്ള മാച്ചിലൊക്കെ അവര് കുറച്ചുകൂടി അറ്റാക്ക് ചെയ്ത് കളിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. ഇതിനൊന്നും ഉണ്ടായില്ല. അവര് വെറുതെ ബസ് പാർക്ക് ചെയ്ത് അവരങ്ങനെ ഡിഫൻസീവ് മൈൻഡിൽ അങ്ങോട്ട് വീണുപോയി. പിന്നെ അവര് അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. പിന്നെ പുറത്തേക്ക് പോയത് 3 ഗോൾ ലീഡറിൽ പിടിച്ചിരിക്കാന്ന് വിചാരിച്ച് തുടങ്ങിയതായിരിക്കും കളി, പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി. ആക്ച്വലി പ്ലെയറിനെ സൈൻ ചെയ്യണമെന്ന് കുറെ നാളായിട്ട് ആഗ്രഹമാണ്. ഇനാസിയോ കിടിലൻ പ്ലെയർ. ഞാൻ ആളുടെ കളി കാണാൻ വേണ്ടിയിട്ടാണ് മുമ്പൊക്കെ മറ്റേ പോർച്ചുഗീസ് ലീഗ് കണ്ടോണ്ടിരുന്നത്. നോക്കാം. എനിവേ നമുക്ക് ഈ ആർസണലിന്റെ മാച്ച്, ആർസണൽ ഡിഡ് വാട്ട് ദേ ഡിഡ്. പെർഫോമൻസ്, പ്രൊഫഷണൽ പെർഫോമൻസ് ആണ് പറയുന്നത്. മറ്റ് മാച്ചസ് ഒന്നുമില്ല, അത്രേ ഉള്ളൂ. വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അത് വീണ്ടും കുറെ ഗോൾ അടിച്ചു കൂട്ടി. ഇനി റിസോർട്ട് ബയേൺ, ലിവർപൂൾ, PSG, ബാഴ്സലോണ, അത്ലറ്റിക്കോ and Arsenal and Sporting will be good. അത് നമ്മൾ അതിന്റെ ഒരു പ്രീ മാച്ചിനകത്ത് പറയും. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ലിവർപൂൾ വേഴ്സസ് ബ്രൈറ്റൺ അവേ ഗെയിം. പറഞ്ഞോ, കളിക്കാൻ നല്ല സമയമാണ്. ബ്രൈറ്റൺ വിൽ ബി ഓപ്പൺ, എക്സ്പെഷ്യലി നമ്മൾ ഈ ഒരു ഗാല കഴിഞ്ഞിട്ടുള്ള ഫോമിൽ പോവാണെന്നുണ്ടെങ്കിൽ കളിക്കാൻ പറ്റിയൊരു ഒപ്പോണന്റ് ആണ് ബ്രൈറ്റൺ. ദേ ഓൾസോ വിൽ പ്ലേ ഇറ്റ് ഓപ്പൺ.
ബസ് വർക്ക് ചെയ്യൂല. സോ ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവും. നമുക്ക് എന്താ പറയാ കോൺഫിഡൻസ് ബൂസ്റ്റിങ്ങിന് പറ്റിയ ഒരു മാച്ചാണ്. എന്നിരുന്നാലും നമ്മൾ ഇത് കളിക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം ഒരു 8 മാസം എടുത്തു നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാൻ. ഇനിയിപ്പോ അടുപ്പിച്ച് 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മൾ ഇതേ കളി ഇറക്കോ ഇല്ലയോ എന്നുള്ളതാണ്. സല വിൽ ഹി പ്ലേ എന്നുള്ളത് അറിയില്ല. സ്ലോട്ട് അത് കളി കഴിഞ്ഞ പാട് പറഞ്ഞിട്ട് ഇഞ്ചുറി ആയിട്ടാണ് വലിച്ചത്. നോക്കണം എന്താണെന്നല്ല. ഇപ്പൊ നാളത്തെ പ്രസ് കോൺഫറൻസിൽ കുറച്ചും കൂടി അറിയായിരിക്കും വാട്ട് സല ഈസ്. എക്കിറ്റിക്കും വേർഡ്സും ആവും തോന്നുന്നില്ല ഇതേ ഇന്റൻസിറ്റി വീണ്ടും ചെയ്യാന്. സോ പ്രോബബ്ലി വൺ ഓഫ് ദം മൈറ്റ് സിറ്റ് ഓൺ ബെഞ്ച്. ഗാക്പോ പ്രോബബ്ലി വിൽ സ്റ്റാർട്ട്. വീണ്ടും ഇതേ ചോപ്പ് ആൻഡ് ചേഞ്ചസ് ഉണ്ടാവും. കെർക്കസ് മൈറ്റ് ഗോ ഓൺ ബെഞ്ച് അഗെയിൻ. കാരണം ഈ എന്താ പറയാ അത്രയും ഓടി വന്ന് വീണ്ടും തിരിച്ചോടണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റണമെന്നില്ല. സോ അങ്ങനെ ഒരു 3-4 ചേഞ്ചസ് വരുത്തിയാൽ ഈ ഇന്റൻസിറ്റി കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ബട്ട് ആ ഫസ്റ്റത്തെ 2 ഗോൾ നമ്മൾ അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഗോയിങ് ബാക്ക് അഗെയിൻ. നമ്മള് ബ്രൈറ്റൺ ഈ സീസണില് നമ്മള് 2 പ്രാവശ്യം നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. 2ഉം ഹോം ഗെയിം ആയിരുന്നു. ഒരെണ്ണം ലീഗിലും ഒരെണ്ണം FA കപ്പിലുമായി. 3-0 ഒരു ഗെയിം, 2-0 ഒരു ഗെയിം. നമ്മൾ അങ്ങനെയാണ് നമ്മൾ ജയിച്ചിരുന്നത്. യൂഷ്വലി ബ്രൈറ്റൺ ഗെയിമില് ഗാക്പോ ആൻഡ് ജോൺസ് പൊതുവെ നന്നായിട്ട് കളിക്കാറുണ്ട്. സോ എക്സ്പെക്ടിങ് ഗാക്പോ ആൻഡ് കേർട്ടിസ് ജോൺസ് ടു സ്റ്റാർട്ട്. മെക്കാലിസ്റ്ററിന് റെസ്റ്റ് കൊടുക്കുക എന്തായാലും. കാരണം ആള് പട്ടിപ്പണി എടുത്ത് കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ കളി. എന്തായാലും ആള് ബെഞ്ചിലായിരിക്കും. പറഞ്ഞ പോലെ ബ്രൈറ്റൺ ലാസ്റ്റ് ഗെയിം പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആർസണലിന്റെ കൂടെ മാത്രമാണ് തോറ്റ് 4 കളിയിൽ. ഐ തിങ്ക് 1-0. അതും 1-0 ഏർലി ഗോൾ ഫ്രം സാക്ക. 9ാമത്തെ മിനിറ്റിലോ മറ്റേ ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ അടിച്ചെന്ന് മാത്രം. പിന്നീട് ഗോൾ അടിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുന്ന പോലെ ഓപ്പൺ ഗെയിമാണ് കളിക്കുകയാണെങ്കിൽ ആ കളി 1-0 തീരില്ലല്ലോ. അപ്പോ അവരും കൺസർവേറ്റീവ് ആയിട്ട് കളിക്കാൻ അറിയാം. സണ്ടർലൻഡ് എവേ മാച്ച് അവർ ജയിച്ചിട്ടാണ് നമ്മുടെ കൂടെ കളിക്കാൻ വരുന്നത്. സോ എസ്പെഷ്യലി ഹോം മാച്ച് ദേ വിൽ ബി ഹാവിങ് എ ഗുഡ് ക്രൗഡ് എന്ന് പറയാം. സോ നമ്മള് ഇത്രയും പവർ ഗെയിം കളിച്ചിട്ടാണ് നമ്മൾ പ്രീമിയർ ലീഗ് കളിക്കാൻ പോകുന്നത്. സോ ആ ഒരു ഇന്റൻസിറ്റിയോട് നമ്മൾ കളിക്കുമോ എന്നറിയില്ല. എനിക്ക് ടഫ് ഗെയിം എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഗോൾസ് വിൽ ഹെൽപ്പ്. ഈ വേറൊരു ഇതുള്ളത് ഇൻട്രസ്റ്റിംഗ് കാര്യമുള്ളത്, നമ്മള് കഴിഞ്ഞ മാച്ച് നമ്മൾ കളിച്ചത് രാത്രിയാണ്. മീൻസ് ആൻഫീൽഡില് രാത്രിയാണ് മാച്ച് ഉണ്ടായിരുന്നത്. അപ്പോ ഇതാണെങ്കിൽ എവേ മാച്ചും ആണ്, ഏർലി കിക്ക് ഓഫും ആണ്. ഭയങ്കര ഡിഫറെന്റ്. അതെ, ഏർലി കിക്ക് ഓഫ് ആണ്. നമുക്കിവിടെ 6 മണിക്കാണ്, അവിടെ ഉച്ച നേരത്താണ്. അപ്പോ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഇന്ന് ഹോം മാച്ച് അല്ല ഒബ്വിയസ്ലി, പിന്നെ ഉച്ച നേരത്താണ്. അപ്പൊ എങ്ങനെയുള്ള ക്രൗഡ് ആയിരിക്കും എന്നുള്ളതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ പ്ലേയേഴ്സിന്റെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്ക് ആണല്ലോ. നിങ്ങളുടെ ഇന്റർനാഷണൽ ബ്രേക്ക് ആവുമ്പോൾ ഇനിയിപ്പോ നമ്മുടെ മാച്ച് വരുന്നില്ല. അത് കാരണം ചിലപ്പോൾ പ്ലേയേഴ്സിന് ഈ ഫ്രണ്ട്ലി ഒക്കെ കളിക്കുന്ന ടീമുകളൊക്കെ ഉണ്ടെങ്കിൽ പ്ലേയേഴ്സിന് ചിലപ്പോൾ നമ്മൾ കളിപ്പിച്ചിട്ട് അവരോട് ഒന്ന് മിനിറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറയാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു കെർക്കസ് ഒക്കെ കളിക്കുന്നു തോന്നുന്നുണ്ട്. കെർക്കസ് അതിനു മുമ്പുള്ള മാച്ച് കളിച്ചില്ലല്ലോ. ആഴ്ചയിൽ 3 കളി കളിക്കേണ്ടി വരുന്നില്ല, 2 കളിയല്ലേ കളിക്കാനുള്ളൂ. അപ്പൊ കെർക്കസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. കെർക്കസ് നല്ല പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ മാച്ച്. ആ ഡുവൽസ് ഒക്കെ വിൻ ചെയ്യണ്ട. നമ്മൾ ആ ഹൈറ്റ് വെച്ചിട്ട് ആലോചിക്കില്ല കെർക്കസ് എങ്ങനെയാ ഇത്ര ഹെഡർ വിൻ ചെയ്യാൻ വേണ്ടി ചാടണമൊക്കെ. ഭയങ്കര എല്ലാ സ്ഥലത്തും ഓടിയെത്ത് ഒക്കെ ചെയ്യുന്നത്. കെർക്കസിന്റെ ആ പെർഫോമൻസ് എന്തായാലും കെർക്കസ് ചെയ്യും. ഇത്ര ഇന്റൻസി ആയിട്ട് 2 ദിവസമൊക്കെ കളിക്കാൻ കുഴപ്പമുണ്ടാവില്ല. മറ്റേ മെക്കലിസ്റ്റർ ശരിയാണ്, അത് സാധ്യതയില്ല. കേർട്ടിസ് കളിക്കേണ്ടതാണ് ശരിക്കും. ഗാക്പോ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. എക്കിറ്റിക്ക് കുറെ കഴിഞ്ഞപ്പോഴേക്കും വയ്യാതെ ഉണ്ടായിരുന്നു, ക്ഷീണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഒന്നെങ്കിൽ സലേ അല്ലെങ്കിൽ സല ഇഞ്ചുറി ആണെങ്കിൽ 2 പേരും കൂടി സ്റ്റാർട്ട് ചെയ്യും മിക്കവാറും. എക്കിറ്റിക്കയും ഗാക്പോയും കൂടി 2 അപ്പ് ഫ്രണ്ട് തന്നെ കളിക്കേണ്ടതാണ്. ഈ കളി അങ്ങനെയാണല്ലോ കളിച്ചത്. അങ്ങനെ തന്നെ കളിക്കുകയാണ് എപ്പോഴും നല്ലത്, നമ്മുടെ ടീമിന്റെ ഒരു ഘടന വെച്ചിട്ട്. ആ രീതിയിലേക്ക് തന്നെ കളിക്കുന്നു വിചാരിക്കണം. പിന്നെ സലയുടെ ഇഞ്ചുറി എങ്ങനെയാണെന്നുള്ളത് അറിയാം. അത്
ടീം നോക്കുമ്പോ ഫ്രിങ്പോങ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് തോന്നുന്നത്. ഫ്രിങ്പോങ് നേരത്തെ സബ് കയറിയല്ലോ. അപ്പൊ ഫ്രിങ്പോങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, കർക്കസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ബാക്ക് ലൈൻ അങ്ങനെ തന്നെയായിരിക്കും. മിഡ്ഫീൽഡിലാണ് ഈ പറഞ്ഞ പോലെ കേർട്ടിസ് വരാനുള്ള ചാൻസ് മക്കലിസ്റ്ററിന് പകരം. പിന്നെ സലയ്ക്ക് ഇഞ്ചറി ആണെങ്കിൽ അവിടെ ഗ്യാക്പോ കയറി വരും, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ മറ്റേ ഇവരൊക്കെ കുറച്ചും കൂടി മിനിറ്റ്സ് കിട്ടി തുടങ്ങിയല്ലോ, കുറച്ചും കൂടി നേരത്തേക്ക് സബ് ചെയ്യാൻ വേണമെങ്കിൽ ക്ലോപ്പ് സ്ലോട്ട് ട്രസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ന്യോനിയെ അതുപോലെ റിയോനെയൊക്കെ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് കുറെ കൂടിയൊക്കെ നേരത്തെ നമ്മള് 2 ഗോളൊക്കെ ലീഡ് ഒക്കെ ഉണ്ട് എങ്കിൽ അവര് കുറച്ചും കൂടിയൊക്കെ നേരത്തെ കൊണ്ടുവന്ന് കളിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് വേറൊരു കഴിഞ്ഞ കളിയിലെ രീതി നോക്കുമ്പോൾ റിയോനെ എനിക്ക് കുറച്ചും കൂടി സെന്ററിലും കൂടി കളിക്കാനുള്ള അതില് പാകപ്പെടുത്തി വരുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കഴിഞ്ഞ ദിവസം സെന്ററിൽ നിന്ന് കളിക്കണുണ്ട്. മറ്റേത് നമ്മൾ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് കട്ട് ചെയ്ത് കയറുന്നതാണല്ലേ കാണാറ്. ഇത് കഴിഞ്ഞ ദിവസം ഏകദേശം വേർഡ്സ് ഒക്കെ കളിക്കുന്ന പൊസിഷനിൽ അവിടെയും കൂടി ട്രെയിൻ ചെയ്യിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. അവിടെ നിന്ന് സെന്ററിൽ കൂടെ പന്തും കൊണ്ട് ഓടി പോകുന്ന നല്ല രസമില്ല. അപ്പൊ ആ രീതിയിലേക്ക് വേർഡ്സിന് പകരമൊക്കെ സബ് ചെയ്ത് കൊണ്ടുവരാനും സാധ്യത ഇല്ലാതില്ല. അപ്പൊ എന്തായാലും രസമായിരിക്കും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, വിങ്ങർ ഇല്ലാത്ത ഫോർമേഷനിലും റിയോന് കളിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു റിയോ സല ഇല്ലെങ്കിൽ റിയോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഗാക്പോന് വേർഡ്സ് ഇരിക്കുകയാണെങ്കിൽ ഗാക്പോനെ ആൻഡ് റിയോ ക്യാൻ പ്ലേ. അറ്റ് ദ സെയിം ടൈം സ്ലോട്ടിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ചിലപ്പം പുള്ളി അതേ ടീം ലൈനപ്പ് ഇറക്കാൻ ചാൻസ് ഉണ്ട്. ഹി മേ നോട്ട് വാണ്ട് ടു ചേഞ്ച് വാട്ട് വർക്ക്. കാരണം ഇത് കഴിഞ്ഞ് ഇന്റർനാഷണൽ ബ്രേക്ക് ആണ്, എല്ലാവരും അവരെ വഴിക്ക് പോകും. അപ്പോൾ ഈ ഒരു പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രോബ്ലി ഇപ്പൊ ഇഞ്ചറീസ് ഇല്ലെങ്കിൽ പ്രോബ്ലി വി മേ സീ ഓൾമോസ്റ്റ് സെയിം ടീം. കേർട്ടിസ് കളിക്കുകയാണെങ്കിൽ സോബോസ് ലൈക്ക് മേ ഗോ ബാക്ക് ടു റൈറ്റ് ബാക്ക്. അത് ആ ഒരു ചേഞ്ച് ആണ് എനിക്ക് തോന്നുന്നത്. ഫ്രിംപോങ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ഫ്രിംപോങ് മേ പ്ലേ ഫോർ സല. അപ്പൊ ഞാൻ പറഞ്ഞത് സ്ലോട്ട് പറഞ്ഞത് മറ്റേ റിയോ ക്യാൻ പ്ലേ ഇൻ ബോത്ത് വിങ്സ്. കാരണം നമ്മൾ ഒരു കളി റൈറ്റ് വിങ്ങിൽ കണ്ടിട്ടുണ്ടായിരുന്നു. റൈറ്റ് വിങ്ങിൽ കണ്ടിട്ടാണ് ഐ തിങ്ക് നമ്മൾ ഗോൾ അടിച്ചത് ആക്ച്വലി. പക്ഷേ അതായത് ഫ്രിംപോങ് ആൻഡ് റിയോ ഒരേ സൈഡിൽ കളിപ്പിക്കുക ഡൗട്ട് ആയിരിക്കും. അത്രയും രണ്ടുപേര് അറ്റാക്കിംഗ് വെച്ചിട്ട് ആ ഒരു ഫ്ലാങ്ക് ഫ്രീ ആക്കി. കാരണം അവിടെ കളിക്കുന്നത് ഇവനല്ലേ, ഫിറ്റ് ആണോ പുള്ളി? നമ്മുടെ മിറ്റോമ അല്ലല്ലോ. സോ ആ രണ്ടുപേരെ ആ വിങ്ങില് കളിപ്പിക്കുന്ന കാര്യം ഡൗട്ടാണ്. ഒരാളെ ഡിഫെൻസീവ് വെച്ചിട്ട് മറ്റേ ആൾ ഒരു അറ്റാക്കിംഗ് ആയിരിക്കും സാധ്യത. വിൽ നോ മോർ ടുമോറോ. ഈ സ്ലോട്ടിന്റെ പ്രസ് കോൺഫറൻസ് കണ്ടാൽ കൂടുതൽ മനസ്സിലാക്കാം. പ്രഡിക്ഷൻ 0-2 1-3. Yeah. Nice. I think 1-0-1. 0-1. 0-1. Okay. സുദീപ് പറഞ്ഞ പോയിന്റ് ആണ്. ഒന്നാമത് ഈ ഏർലി കിക്ക് ഓഫ് സാറ്റർഡേ ഒരു എനർജി കുറവുണ്ടാവും ഓവറോൾ. പക്ഷെ ഏത് സമയത്ത് വെച്ചാലും കളിക്കാൻ തയ്യാറാവണം എന്നാണ് സ്ലോട്ട് ഇൻചാർജ് എടുത്ത സമയത്ത് ഫസ്റ്റ് ദിവസം പറഞ്ഞത്. ക്ലോപ്പിന്റെ വലിയ പ്രശ്നമായിരുന്നു. ക്ലോപ്പ് കംപ്ലൈന്റ് ചെയ്തതാണ്, എപ്പോ കളി വെച്ചാലും കംപ്ലൈന്റ് പറയാതെ കളിച്ചോളണം എന്നാണ്. ഐ ഡോണ്ട് ഹാവ് എനി ഇഷ്യൂസ് റിഗാർഡിംഗ് ദ ടൈമിംഗ് ഓഫ് ദി ഗെയിം. ഫിക്സർ കൺജഷൻ ഒന്നും ആൾ പ്രശ്നേ ഇല്ല എന്ന് പറഞ്ഞേക്കും. ആൾ ഇതുവരെ പറഞ്ഞിട്ടുമില്ല, അതിനെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. അതർ ബിഗ് ഗെയിംസ് ഈ വീക്കെൻഡില് നമ്മളെ ബാധിക്കുന്ന ഗെയിംസ് ബോർൺമത്ത് യുണൈറ്റഡ് ഓൺ എ ഫ്രൈഡേ നൈറ്റ്. ഇറ്റ്സ് എ ടഫ് ഗെയിം. ഓൺ എ ഫ്രൈഡേ നൈറ്റ് ഇറ്റ്സ് എ ടഫ് ഗെയിം. കാരണം ബോർൺമത്ത് പൊതുവെ അറ്റ് ഹോം ടഫ്. യുണൈറ്റഡ് ഗ്രേറ്റ് ഫോം. അഗൈൻ മാച്ചസ് ഒന്നുമില്ല, ഒരു ആഴ്ചയിൽ ഒരു കളി. വാട്ട് ഡു യു തിങ്ക്? എന്താണ് ബോർൺമൗത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് നമ്മള് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോ ടോപ്പ് 2-ലും ടോപ്പ് 3-ലൊക്കെ ഉണ്ടായിരുന്ന ടീമാണ്. പക്ഷേ
ഈ അവസാനത്തെ ഒരു കളിയൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ഞാൻ ഈ റയന്റെ കളി കാണാൻ വേണ്ടിയിട്ട് ബോൺമൗത്തിന്റെ കളി കാണാറുണ്ട്. മേ ബി നമ്മൾ ചിലപ്പോ യൂഷ്വലി ബോൺമൗത്തിലാണെന്നല്ലോ പർച്ചേസ് ചെയ്യുന്നത്. സോ ഒരു സാല റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ ഞാൻ കുറെ കളി കാണാം. എൻഡ്രിക്കിന്റെ കളി കാണാറുണ്ട്, റയന്റെ കളി കാണാറുണ്ട്, അങ്ങനെ കുറെ ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് ഫോർവേഡിന്റെ കളി കാണാറുണ്ട്. കളി കണ്ടുവരുമ്പോ ഇപ്പോ എല്ലാ ബുണ്ടസ് ലീഗ് ഇപ്പൊ കാണാറില്ലേ? പക്ഷെ ആ കളിക്കുന്ന കളി മൊത്തം ഡ്രോ ആണ്. അതായത് എയ്തർ ഒരു ഗോൾ സ്കോറിംഗ് ഡ്രോ അല്ലെങ്കിൽ 0-0. അതായത് മിക്ക കളിയും ഡ്രോ ആണ്. അതായത് അവര് തോറ്റു കഴിഞ്ഞാലാണ് ഈ മാനേജർക്ക് പ്രഷർ വരിക. പിന്നെ അവര് ഇങ്ങനെ മാനേജർക്ക് അധികം പ്രഷർ കൊടുക്കാത്ത ഒരു ടീമുമാണ്. അപ്പോ മൊത്തം ഡ്രോയിലാ പോയിക്കൊണ്ടേ ഡി 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 എന്ന് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി ദേ വാണ്ട് സം റിസൾട്ട്. അതാണ് ഒരു റിസൾട്ട് എന്തായാലും അവർക്ക് വേണം. സോ ഇതൊരു ലേറ്റ് നൈറ്റ് ഗെയിം, അവർക്ക് ഹോം അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് നല്ലൊരു ഗെയിം ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ എം നോട്ട് എക്സ്പെക്ടിങ് ഞാൻ അവർ ജയിക്കും എന്ന് പറഞ്ഞില്ല. ഇറ്റ് വിൽ ബി എ ഗുഡ് ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുക്കുന്നത് ഫാൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് എന്തായാലും ഉണ്ടാവും. ആൻഡ് നമ്മള് യുണൈറ്റഡിന്റെ ഗെയിമിന്റെ കളിയാണെന്ന് പറയുകയാണെങ്കിൽ യുണൈറ്റഡ് ജയിക്കും തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി ബോൺമൗത്ത് ജയിക്കും പറഞ്ഞില്ല, ബട്ട് യുണൈറ്റഡ് ക്യാൻ വിൻ ദിസ്. അവരുടെ ഈ കറന്റ് പെർഫോമൻസ് വെച്ച് നോക്കും, ദേ ക്യാൻ വിൻ കംഫർട്ടബിളി അഗെയിൻസ്റ്റ് ബോൺമൗത്ത്. കാരണം അവർ ഒരുപാട് ചാൻസസ് കൊടുക്കും, അതെന്തായാലും ഇവരടിക്കും. I think it will be a 2-2 draw. എനിക്ക് തോന്നുന്നത് ബോൺമത്ത് ജയിക്കുന്ന 2-1 സ്കോറിന് ബോൺമത്ത് ജയിക്കും. കാരണം ഇത്രയും കളി ഡ്രോ ആയി വരികയാണ്, അവർക്ക് എന്തായാലും ഒരു റിസൾട്ട് വരണം. ഇങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ ഡ്രോ ആയി പോകാനുള്ള ഒരു ഇത് കാണുന്നില്ല. എന്തായാലും അവർക്കൊരു ജയം വരേണ്ട ഒരു സമയമാണ്. അത് ജയിക്കുമെന്നാണ് നമ്മളിങ്ങനെ ആ ഒരു ഓഡ്സ് എടുത്ത് നോക്കിയാൽ എല്ലാ കളിയും ഡ്രോ. ശരി, ഒരു ഹോം ടീം അഡ്വാൻറ്റേജ്, ഒരു ജയം വന്നോട്ടെ, ഒരു വിക്ടറിയൊക്കെ ആവാം എന്നുള്ളൊരു രീതിയിൽ ഒരു എന്താ പറയാ, ഒരു ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം സുദീപിന്റെ, അല്ലേ? കാരണം മനസ്സിലായി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മള് ഇത്രയും കളി തോറ്റു, ചിലപ്പോ ഈ ഒരു കളി ഈ കളി ജയിക്കുമായിരിക്കും, ആ ഒരു സ്ട്രീക്ക് കഴിഞ്ഞു എന്ന് പറയുന്ന എല്ലാവർക്കും തോന്നാറുള്ളതാണ്. നോക്കാം. എവർട്ടൺ വേഴ്സസ് ചെൽസി നല്ല ഗെയിം ആയിരിക്കും അത്. എവർട്ടൺ ഇസ് നോട്ട് ഈസി ടു പ്ലേ. നമ്മളിപ്പോ ആർസണൽ ഗെയിം തന്നെ കണ്ടു. ആർസണലും അവർ എത്ര കോൺഫിഡൻസ് ആണെന്ന് പറഞ്ഞാലും എവർട്ടൺ വാസ് നോട്ട് ഡ്രോപ്പിംഗ് പോയിന്റ്സ് ആസ് സച്ച്. 89th മിനിറ്റിലുള്ള ഒരു മിസ്റ്റേക്ക് കാരണമാണ് അവർ കൺസീഡ് ചെയ്തത് തന്നെ. സോ അങ്ങനെയുള്ള ഒരു ഫോമിൽ നിൽക്കുമ്പോൾ ചെൽസി കനോട്ട് ഗോ ആൻഡ് ഈസിലി വിൻ ഇറ്റ്. ചെൽസിക്ക് സ്വന്തം ബാക്ക് ലൈനിൽ തന്നെ പേടിക്കേണ്ടി വരും ആദ്യം, അവരെങ്ങാനും പോയിട്ട് ഒരു ഗോള് കൊടുക്കുമോ എന്നുള്ളത്. സോ ഒരു ഡ്രോ പ്രതീക്ഷിക്കുന്നു. പ്രോബബ്ലി സംതിങ് ലൈക്ക് 1-1 എന്നല്ല, ഒരു 2-2 ഡ്രോ, ആ ഒരു കൈൻഡ് ഓഫ് കളി. I think Everton will win. I think Chelsea will be. എനിക്ക് എവർട്ടൺ ജയിക്കുന്നു ഫീൽ ചെയ്യാം. ചെൽസി എന്താക്കിയിട്ട് ടയർഡ് ആവാൻ ഓടിയില്ലേ ഇന്നലെ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് ചെൽസിയുടെ. ചലോബ ഇഞ്ചേർഡ് ആയി, 6 ആഴ്ചക്കില്ല, ഔട്ട് ഫോർ 6 months. ചലോബ അവരുടെ മെയിൻ ഡിഫൻഡർ, ആകെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ഡിഫൻഡർ അവരുടെ ഉള്ളതാ. റീസ് ജെയിംസ് ഇഞ്ചറി. പേരിന് ഇറ്റ് വിൽ ബി ടഫ് ഗെയിം. ഞാൻ പറഞ്ഞത്, ഞാൻ എവർട്ടന്റെ കളി ആർസണലിന്റെ കൂടെ കണ്ടു. ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് ചാൻസ്. ഗോൾ കീപ്പറുടെ എറർ കാരണമാണ് തോറ്റത്. അപ്പോ ഇറ്റ് വിൽ ബി എ ഗുഡ് ഗെയിം. നല്ലൊരു മാച്ച് ആയിരിക്കും. പക്ഷെ അതിനേക്കാളും ഞാൻ ഈ സീസണില് ഇപ്പൊ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു മാച്ച് കാണണമെങ്കിൽ മറ്റേ ആസ്റ്റൺ വില്ല വെസ്റ്റ് ഹാമാണ് കാണുന്നത്. അതായത് വെസ്റ്റ് ഹാം റെലഗേഷൻ സ്റ്റേജിലാ ഉള്ളത്. അപ്പോ അവര് ആസ്റ്റൺ വില്ല എവേ മാച്ചാണ് കളിക്കുന്നത്.
സോ അതായിരിക്കും നമ്മൾ കാണേണ്ട മാച്ച്. ബോൺമൗത്ത് യുണൈറ്റഡിനെക്കാട്ടിലും ആ മാച്ചാണ് നമ്മൾ കാണുന്നത്. എക്സ്പെഷ്യലി വില്ല ഈസ് പ്ലേയിങ് ടുഡേ. അതെ, ഇന്ന് കളിച്ചു കഴിഞ്ഞിട്ട് സൺഡേ പിന്നെയും കളി ഉണ്ടാവും. അത് പൊന്നോ, ആ, അതായത് വെസ്റ്റ് ഹാം ചെൽസിയുടെ ഗുസ്തോ ഇല്ലാണ്, ബാഡിയഷീൽ ഇല്ലാണ്, റീസ് ജെയിംസ് ഇഞ്ചേർഡ്, ചലോബ ഇഞ്ചേർഡ്. ഈ ഇല്ലസ് ഒക്കെ അവര് കളിപ്പിക്കും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവര് കളിപ്പിച്ചേ പറ്റൂ, വേറെ ആരുമില്ല. ഇൽനെസ് എന്താ കാര്യം അതുകൊണ്ടേ ഉണ്ട് ഇല്ല, അതാണ്. പെയിൻ കില്ലറും മറ്റേ ഇതൊക്കെ കൊടുത്ത് പാരസെറ്റമോൾ ഒക്കെ കൊടുത്ത് അടിച്ച് കളിപ്പിക്കും, വേറെ വഴിയില്ല. ആയിക്കോട്ടെ, ആസ്റ്റൺ അപ്പൊ വില്ല. എവർട്ടന് ഗോൾ അടിക്കാനുള്ള വഴി ഉണ്ടാവും. എന്താ വെസ്റ്റ് ഹാം ആസ്റ്റൺ വില്ല? റെലഗേഷൻ പാറ്റിലാണ്. സോ വെസ്റ്റ് ഹാം റെലഗേഷനിൽ വരാൻ പരമാവധി ശ്രമിക്കും. സോ ഞാൻ സൺഡേ കാണാൻ പോകുന്ന മാച്ച് അതായിരിക്കും. ഉറപ്പായിട്ട് ആ മാച്ച് കാണും. സൺഡേ ഉറപ്പായിട്ട് ആ മാച്ച് കാണും. ഞാൻ അതിലും ആ കൂടുതൽ സമയം മറ്റേ കളി കാണാൻ നല്ല ചാൻസ് ഉണ്ട്. ദ റെലഗേഷൻ ഡെർബി, സ്പേഴ്സ് ഫോറസ്റ്റ് അല്ലേ? ഫോറസ്റ്റ് നല്ല കളിയായിരിക്കും. അത് എനിക്ക് എന്തായാലും ഈ വില്ല വെസ്റ്റ് ഹാം മാച്ച് അത് ഡ്രോ ആവുന്ന എനിക്ക് ഫീൽ ചെയ്യണേ. ചിലപ്പോ ഡ്രോ പിടിക്കാൻ വെസ്റ്റ് ഹാമിന് ജയിക്കാൻ സാധ്യത. സമ്മർ വില്ല ഇഞ്ചേർഡ് ആയിട്ട് എങ്ങനെയുണ്ട്? സമ്മർ വില്ല തിരിച്ചു വന്നോ? ഇഞ്ചുറിയാണ് കളിക്കില്ല. ശരിയല്ലേ? അതാണ് അവർക്ക് ഒരു വലിയൊരു പ്രശ്നമായത്. അതാണ് അയാളുടെ കളിയാണ് ടീമിന് കുറെ മാറ്റം വരുത്തിയത്. അപ്പൊ ചിലപ്പോ ഡ്രോ ആവാനുള്ള സാധ്യത കണ്ട് ആ മാച്ച്. അത് കഴിഞ്ഞിട്ട് ഈ സ്പേഴ്സ് ഫോറസ്റ്റ് മാച്ച് അത് സ്പേഴ്സ് ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സ്പേഴ്സ് ജയിക്കും, അവരുടെ ഒരു മൊമെന്റം ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു കിടിലൻ മാച്ച് ഉണ്ട്, ന്യൂകാസൽ വേഴ്സസ് സണ്ടർലൻഡ്. അതാണ് മാച്ച് ഓഫ് ദ ഗെയിം വീക്ക്. ഡെർബി മാച്ചാണ്. ഡെർബി മാച്ച് അല്ലേ? ഡെർബി, അതായത് സണ്ടർലൻഡ് ജയിച്ചാൽ സണ്ടർലൻഡ് വിൽ ഗോ അബവ് ന്യൂകാസൽ. ന്യൂകാസൽ ജയിച്ചാൽ ന്യൂകാസൽ വിൽ ബി ബാക്ക് ഇൻ കണ്ടൻഷൻ ഫോർ കോൺഫറൻസ് ലീഗ്. ഓക്കെ, അത് കിടിലൻ മാച്ച് ആയിരിക്കും കേട്ടോ. കാരണം സണ്ടർലാൻഡ് ന്യൂകാസൽ ഇതിനു മുമ്പുള്ള പിക്ചർ സണ്ടർലാൻഡ് ജയിച്ചു. അവരുടെ ഫോമാറ്റ് എല്ലാ മാച്ചും കിടല്ലോ. ആൾക്കാരെ കാണാൻ വിചാരിക്കും നമുക്ക് ശരിക്കും ഒരു പണിയല്ലേ നമ്മളെ എല്ലാ മാച്ചും അത് കിടന്നായിരിക്കും, അത് പൊളിയായിരിക്കും. ഞാനിത് റിട്ടേൺ ഫിക്ചർ ഒരു ഗോളിന് സണ്ടർലാൻഡ് ജയിച്ചു. ഇപ്പൊ നമ്മള് PL ഒക്കെ പറയുമ്പോഴും അതിൽ മിസ് ചെയ്യുന്ന ഒരു കളി കൂടി ഉണ്ട്. വി ഹാവ് എ ഫൈനൽ. അതെ, അതാ പറഞ്ഞ മാച്ച് ഓഫ് ദ വീക്ക് അതല്ല, ബിഗ് ഗെയിം. അതിലേക്ക് ലാസ്റ്റ് സെഗ്മെന്റ് അതിലേക്ക് വരാൻ നിൽക്കായിരുന്നു. അതിലേക്ക് വരാം മുമ്പ്. അതിനുമ്പോ ഇതൊക്കെ തീരൂലോ ആ മാച്ചിന് മുമ്പ്. അപ്പോ ന്യൂകാസിൽ ജയിക്കൂട്ടോ. പക്ഷെ ആ മാച്ച് സണ്ടർലാൻഡ് ആയിട്ടുള്ള മാച്ച്, സണ്ടർലാൻഡ് ഒന്ന് ഫോം ഒക്കെ താഴെ പോയിട്ടുണ്ട്. പഴയ ആ സീസൺ തുടങ്ങിയ പോലെയുള്ള ഒരു കൺസിസ്റ്റൻസി ഒന്നും ഇല്ല അപ്പൊ അവരുടെ. ന്യൂകാസിൽ കഴിഞ്ഞ മാച്ച് കുറെ ഗോള് മേടിച്ചതല്ലേ. ഇത്തവണ ഈ മാച്ചിൽ അവര് ഗോൾ അടിക്കും. അതിന് പകരം ഗോൾ അടിച്ച് ജയിക്കാനുള്ള ഒരു ചാൻസ് ആണ് കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ബോൺമത്ത് ഡ്രോ ഇത് ജയിക്കും. അത് പറഞ്ഞ പോലെ ന്യൂകാസിൽ കഴിഞ്ഞാൽ ഈ കളി ജയിക്കും. ക്വിക്ലി ഒരു ക്വിക്ക് പ്രഡിക്ഷൻ, സിറ്റി പാലസ്. സിറ്റി പാലസ് ഇല്ല, ആർസണൽ വേഴ്സസ് സിറ്റി ഫൈനൽ. I think City might win. Arsenal is clear favorites. Clear and days and lights above favorites on Arsenal, but still feel that City might nick in. അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചാൽ സിറ്റിക്ക് ഏകദേശം ഗാർഡിയോളയ്ക്ക് ഏകദേശം തീരുമാനിച്ചിട്ടുണ്ടാവും ഉള്ളില് ലീഗ് എന്തായാലും കിട്ടില്ല. ലീഗ് ആഴ്സണൽ ജയിച്ചു എന്നുള്ളത് ഏറെക്കുറെ നമുക്കറിയുന്ന പോലെ ഗാർഡിയോളയും ഏകദേശം ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ടാവും ഈ സീസണിന്റെ പോക്കുണ്ട്. അപ്പൊ ഇത്തവണ ഈ ഒരു ഫൈനൽ മാച്ചിൽ എന്തായാലും ഒരു പ്രൈഡിന്റെ ഇതാണ്. ലീഗ് പോയി, അപ്പൊ ഈ ഫൈനൽ വരുന്നതിൽ എന്തായാലും ആഴ്സണലിനെ തോൽപ്പിക്കണം എന്നുള്ളൊരു ഉള്ളിലൊരു തോന്നലുണ്ടാവും. അത് കാരണം വാശിപ്പുറത്തായിരിക്കുക കളിക്കുക. അത് ആ വാശിയൊക്കെ എടുത്ത് കളിച്ച്
തോൽക്കും എന്നാണ് എനിക്ക് ഫീൽ. ആഴ്സണൽ ജയിക്കും. ആഴ്സണൽ ജയിക്കും. എന്റെ പ്രൊഡിക്ഷൻ മറ്റേ ഡ്രോ ആയി പെനാൽറ്റി പോകും. പെനാൽറ്റിയിൽ ആര് ജയിക്കുന്ന എനിക്കറിയില്ല, അത് അവര് ഗോൾ കീപ്പർ തീരുമാനിക്കുന്നത്. അറിയില്ല, ബിക്കോസ് രണ്ടും നല്ല ഗോൾ കീപ്പേഴ്സ് ആണ്, ഷോർട്ട് സ്റ്റോപ്പേഴ്സ് ആണ്. സോ ആര് ജയിക്കും അവര് തീരുമാനിക്കും കീപ്പറുടെ കയ്യിൽ. ഡോണറൂമിന്റെ കൈ ഒരു സൈഡ് ശരിയായാൽ മാത്രം മതി. ഡോണറൂമക്ക് എങ്ങനെ പോയാലും കൈ എത്തും. എനിക്ക് പെനാൽറ്റി വരെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. എക്സ്ട്രാ ടൈം ഇല്ലല്ലോ, ഡയറക്റ്റ് പെനാൽറ്റി അല്ലേ? ഫൈനലുണ്ട്, ഫൈനലുണ്ട്. നമ്മള് ചെൽസിന്റെ കൂടെ. I have a feeling that City will win. കാരണം City were kind of on top against Real Madrid for 20 minutes. ഈ റെഡ് കാർഡ് വരെ, even though Madrid goal അടിച്ചെങ്കിൽ City showed signs. And I feel Haaland is due a performance. Haaland can't go on like this. Haaland goal അടിച്ചു അല്ലേ? ഒരു പോസിറ്റീവ് കഴിഞ്ഞ മാച്ച് ഗോൾ അടിച്ചു. ആ ഗോള് മറ്റേ ഹീലിൽ എങ്ങനെയോ കൊണ്ടുപോയതാണ് ഗോള്. അതെ, പക്ഷെ കാരണം ഹാലൻഡ് ഹാസ് ബീഫ് വിത്ത് ആർസണൽ. ഹാലൻഡിന് ആ സ്റ്റേ ഹംബിൾ, ആ ഒരു ഫുൾ ഹി ഹാസ് ദാറ്റ് തിങ് ടു സംതിങ് ടു പ്രൂവ് എന്നല്ല, ഒരു എക്സ്ട്രാ എഡ്ജ് ഹാലൻഡിന് ചാൻസ് ഉള്ള ഒരു മാച്ചാണ്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ബ്രേവ് ആർട്ടേറ്റ ഈസ് ഓൾസോ. വിൽ ആർട്ടേറ്റ ഗോ ഒരു അറ്റാക്കിംഗ് ലെവലില് പോവോ? I think City will have an edge. I think Arsenal will win the league, but City may nick it. ആർസണൽ എന്തായാലും ജയിക്കാനുള്ള ലൈനപ്പ് എന്തായാലും ഇറക്കും. കാരണം അവർക്ക് ഈ ഒരു കപ്പ് കിട്ടി കഴിഞ്ഞാൽ ദേ ആർ ഓൾറെഡി ഇൻ ചാമ്പ്യൻസ് ലീഗ് ആൻഡ് പ്രീമിയർ ലീഗ്. സോ ഒരു 3 കപ്പ്. How brave he is. അതാണ് ക്വസ്റ്റ്യൻ. How brave he is. എന്തായാലും ഗോള് മേടിക്കാതിരിക്കാനായിരിക്കും ആദ്യം കളിക്കുന്നത്. ലൈക്ക് ഹൗ ദി ഒപ്പോണൻസ് പ്ലേ, എന്നിട്ട് അവർക്ക് കളിക്കുന്നത്. പിന്നെ കോർണർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ. It's a big ground. വെംബ്ലി ആണ്. നോക്കാം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പെനാൽറ്റി വരെ പോകണം. കളി കാണണം, കളി ഇൻട്രസ്റ്റിംഗ് ആവട്ടെ. എന്റർടൈൻമെന്റ് വേണല്ലേ? Okay, I think we covered most topics. ഒരു ഗുഡ് ന്യൂസ് ഉള്ളത്, ഇസാക്ക് ഇസ് ബാക്ക് ഓൺ ദ ട്രെയിനിങ് പിച്ച്. April 11th ഇറങ്ങുന്നൊക്കെ പറയുന്നു. PSG കൂടെ ഒരു 20 മിനിറ്റ് കിട്ടിയാൽ അത്രയായി. പിന്നെ കാണുന്നില്ല. തിരക്കിലാന്ന് തോന്നുന്നു. വേറൊന്നുമില്ല, നമ്മളൊരു ഇതെല്ലാം കവർ ചെയ്തു. പിന്നെ മറ്റു ലീഗിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. PSG ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം വന്നത്, PSG നമ്മുടെ ഫിക്സ്ചർ ഉണ്ടല്ലോ, നമ്മുടെ ഫിക്സ്ചറിന്റെ ഇടയിലാണ് അവരുടെ ടൈറ്റിൽ ഡിസൈഡർ മാച്ച്, ലെൻസിന്റെ മാച്ച്. അപ്പോ അതെ, അവര് ആക്ച്വലി പ്രീമിയർ ലീഗിലാണെങ്കിൽ നടക്കാത്ത കാര്യം. പ്രീമിയർ ലീഗില് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ പോസ്റ്റ്പോൺ ചെയ്യണോന്ന് ഇപ്പൊ നമ്മള് ഇപ്പൊ ഉദാഹരണത്തിന് ആർസണലിന്റെ അടുത്ത് ചോദിക്കുകയാണ്, നമുക്ക് ആ മാച്ച് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് തരുമോ, നമുക്ക് ഡിഫിക്കൽട്ട് ഫിക്സ്ചർ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അവിടെ നടക്കില്ല. പക്ഷെ ലെൻസ് സമ്മതിക്കുന്നതാണ് കേൾക്കണേ പോസ്റ്റ്പോൺ ചെയ്യാൻ പൊതുവെ. അതെ, അവരെ ഒരു അങ്ങനെയുള്ള മാന്യത കീപ്പ് ചെയ്യുന്നൊരു സിസ്റ്റം അവിടെ ഉണ്ട്. അപ്പൊ അത് ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഇറ്റാലിയൻ ലീഗില് ഇന്റർ 2 കളി പോയിന്റ്സ് ഒക്കെ ഡ്രോപ്പ് ചെയ്തു. പക്ഷെ അപ്പൊ എന്താ, AC മിലാനും പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. ഇപ്പോഴും ഇന്റർ നല്ല ലീഡിൽ തന്നെ അവിടെ നിൽക്കുക. അവിടെ വേറെ ഇതുള്ളത്, ആ ഫാബ്രിഗസിന്റെ ടീം കോളോ, അവര് ടോപ്പ് 4 കയറിയിട്ടുണ്ട്. കോമോ ടോപ്പ് 4 കയറി. പിന്നെ റെക്സാം ഒന്ന് 7th താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്തു ചാമ്പ്യൻഷിപ്പില്. പക്ഷെ ഒരേ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. കോവൻട്രി 5 കളിയൊക്കെ അടുപ്പിച്ചിട്ട് ജയിച്ചു വന്നതായിരുന്നു ടോപ്പില്. അത് ഒരു കളി തോക്കുക, എന്തോ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ മറ്റേതിലൊന്നും വേറെ സർപ്രൈസ് ഒന്നുമില്ല. ലാലിഗയില് ബാഴ്സലോണ തന്നെ ലീഡിങ്, മറ്റേ ബയൺ അവിടെ ജയിക്കാറായി. ഇതൊക്കെയാണ്, വേറെ ഒന്നുമില്ല.
ഇതൊക്കെയാണ് ബാക്കിയുള്ള ലീഗുകളിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഒരു രസമുള്ള ബ്രസീൽ ഫാൻസിന് അത് ഭയങ്കര ആവേശമായിട്ടുള്ള ഒരു കാര്യം, തിയാഗോ മറ്റേ അവരുടെ സ്ക്വാഡില് അനൗൺസ് ചെയ്തു. അപ്പൊ തിയാഗോന്റെ ഫാമിലി ഒരു അതെ നെയ്മറിന് പകരമാണ്. അതായത് പക്ഷെ അതല്ല ഇവരുടെ ഒരു നെയ്മർ പറഞ്ഞിട്ടുണ്ട് ഇഫ് സംതിങ് ഹാപ്പൻസ് ഐ വിൽ ഹാവ് ടു ബി റെഡി എന്നൊക്കെ. അല്ല അവിടെ തിയാഗോന്റെ ഫാമിലിയൊക്കെ ഇരുന്നത് ഇങ്ങനെ കാണുന്ന സാധനം ഉണ്ടായിരുന്നു, മറ്റു വീഡിയോ. അവർ ആ സ്ക്വാഡ് അനൗൺസ് ചെയ്യുമ്പോ അൻസലോട്ടി ഇരുന്ന് അനൗൺസ് ചെയ്യുമ്പോ തിയാഗോന്റെ പേര് കേൾക്കുമ്പോ അവര് ഭയങ്കര ഇമോഷണൽ ആയിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമുള്ള വിഷ്വൽസ്. അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്നതാണ് ഈ ബ്രസീൽ തെരുവുകളില്. അപ്പോ ഭയങ്കര ഈ വീക്കെൻഡ് ആയിരുന്നു മെസ്സി കൊച്ചിയിൽ വന്ന് കളിക്കേണ്ടത്. മാർച്ചിൽ വരുന്നു പറഞ്ഞ മെസ്സി വരുന്നത് അതിനെ കുറിച്ചൊന്നും കേൾക്കാനില്ല. ഇനി വരുന്നു തോന്നുന്നില്ല. ഇനി വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടേ വരുള്ളൂ മെസ്സി. അപ്പൊ എല്ലാവർക്കും ഈദ് ആഘോഷിക്കുന്ന എല്ലാവർക്കും ഈദ് മുബാറക്. യുഗാദി ആഘോഷിക്കുന്ന എല്ലാവർക്കും യുഗാദി മുബാറക്. വേറെന്താണ്? വേറൊന്നുമില്ല. അപ്പൊ വിൽ ബി ബാക്ക് ഓൺ മൺഡേ ഫോർ ദ റിവ്യൂ. പിന്നെ ഇന്റർനാഷണൽ ബ്രേക്ക് ആണ്. ഇന്റർനാഷണൽ ബ്രേക്കിൽ നമുക്ക് എന്തെങ്കിലും കോമൺ ആയ ടോപ്പിക് ഡിസ്കസ് ചെയ്യാം, എന്തെങ്കിലും കൊളാബ് പറ്റുമെന്ന് നോക്കാം അല്ലേ? അപ്പൊ ആർസണൽ ഫാൻസിനും സിറ്റി ഫാൻസിനും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫൈനൽ. Madrid derby നമ്മൾ മിസ് ചെയ്തു. Madrid derby ഉണ്ട്. Will be a good game to watch. Simeone on top and on form again. വേറെ ജയിക്കുമെന്ന് സൈക്ലിംഗ് ഉണ്ട്, പിന്നെ പ്രോ സൈക്ലിംഗ് ഉണ്ട് ശനിയാഴ്ച. മിലാൻ സാൻ റെമോ നല്ല രസമുള്ള സൈക്ലിംഗ് മത്സരമായിരിക്കും. 290 കിലോമീറ്റർ 98 കിലോമീറ്റർ സൈക്ലിംഗ്. അപ്പൊ എല്ലാരും എല്ലാരും ഈ 300 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിലാണോ പോകുന്നത്, അല്ലെങ്കിൽ നിർത്തി അല്ലല്ല ഒറ്റ സ്ട്രെച്ച്. രസമുള്ള കളിയാണ്. യൂട്യൂബിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് ജിറോ ഡി ഇറ്റാലിയ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവാൻ ചാൻസ്. That's it. വേറെ ഒന്നുമില്ല. Yes. Bye-bye.